ABCഡിയിൽ തുടങ്ങിയ കരിയറാണ്. അതിനുശേഷം പ്രണയവിലാസത്തില് എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടാണ്. അതുപോലെ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ടീച്ചറിലെ ക്യാരക്ടർ. അങ്ങനെയുള്ളയാളെയാണ് ഇന്ന് മിർച്ചിയിൽ ദി അൺസെൻസേർഡ് ഷോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഹക്കിം, ഹായ്, വെൽക്കം. താങ്ക് യു സോ മച്ച്. ABCഡിയിൽ തുടങ്ങിയ കരിയറാണ്. എന്റെ ശരീരം മാത്രമല്ല, ശരീരത്തിന്റെ പാർട്സ് ആയി വരെ ഞാൻ അഭിനയിക്കാൻ കൊടുക്കും എന്ന് താങ്കൾ ചാർലിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ അതില് ദുൽഖറിന്റെ കാല് താങ്കളുടേതാണ്, ആ കുതിരയുടെ കൂടെ ഓടുന്നത്. അതെ അതെ ദുൽഖറിന്റെ കാല് സ്പ്രെയിൻ ആയതുകൊണ്ടാണ്. അതെ അതെ ഞാൻ അതിനകത്ത് ഇടിയായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ ഉടുപ്പിട്ടോ ഓടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഓടുക എന്നുള്ള പരിപാടിയാണല്ലോ. പിന്നെ എല്ലാ പണിയും ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഓടിയത്. പിന്നെ ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചാർലി എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഞാൻ സിനിമ പഠിച്ചത് ആക്ടറായിട്ടല്ല, ഞാൻ സിനിമ പഠിച്ചത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പെർസ്പെക്റ്റീവിലാണ്. ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ പെർസ്പെക്റ്റീവ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്താ പറയാ, ലൈഫിലും ഇല്ലെങ്കിൽ ഒരു സെറ്റിൽ എങ്ങനെയാവണം, എന്തായിരിക്കും അവസ്ഥ എന്ന് റിയൽ ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ചാർലി ഈസ് വേറെ ലെവൽ. ലൈക്ക് A to Z പരിപാടി അതിനകത്ത് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്തൊരു പാടാണ്. അപ്പൊ അതില് കുതിരയുടെ കൂടെ ഓടുന്നുണ്ട്. എന്റെ ചോദ്യം അവിടെയാണ്. അപ്പൊ നമുക്കത് കണ്ടു കഴിയുമ്പോൾ കുതിരയായിട്ട് മത്സരിച്ചോടി എത്തുന്ന പോലെ തന്നെയാണ്. സത്യത്തിൽ കുതിരയായിട്ട് മത്സരിച്ചോടിയോ? അത് ആക്ച്വലി ആർക്കും പറ്റില്ല. പക്ഷെ അത് അങ്ങനെയല്ല. ഈ കുതിരനെ ഒരുപാട് പുറകില് നിർത്തിയേക്കാണ്. ഞാൻ ഒരുപാട് ഫ്രണ്ടിലാണ് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓടിത്തുടങ്ങുമല്ലോ. ഓടിത്തുടങ്ങുന്ന മൊമെന്റില് ഏതെങ്കിലും ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും കുതിര ഞാൻ ഒരുമിച്ചാവും. അപ്പൊ എന്നിട്ട് കുതിര ഓടിപ്പോവും. എന്നിട്ട് കുതിര ഓടി കയറി പോവും. പക്ഷെ ആ ഒരു ബിറ്റ് കിട്ടിയാൽ മതി. അതാണ്, അങ്ങനെയാണ് അത് എടുത്തത്. എത്ര തവണ ഓടി? ഇല്ല, ഒരു തവണ ഓടിയുള്ളൂ. അപ്പൊ തന്നെ കിട്ടി? പിന്നെ ഭാഗ്യവാൻ. 1-2 തവണ, മാക്സിമം ഒരു തവണ. എനിക്ക് 2 തവണ എടുത്തിട്ടുണ്ടാവും. അതുകൂടെ ഓടാൻ പറ്റില്ല. കാരണം ഞാൻ ഓടുന്നത് എന്റെ ജീവൻ കൈപ്പിടിച്ച് ടേക്ക് ഒക്കെ ആണ്. ധനുഷ്കോടിയിലാണ്. അപ്പോ മേളിൽ നിന്നും താഴെ നിന്നും ചൂടല്ലേ. കാരണം വേറൊരു ഒരു ഷെയ്ഡും ഇല്ലല്ലോ. എന്നിട്ട് ഇവര് വൈഡ് ഭയങ്കര സൂം ഇട്ട് അങ്ങ് ദൂരെ നിൽക്കുക. അപ്പൊ എനിക്ക് ഇവര് പറയുന്ന ഒന്നും കേൾക്കത്തില്ല. അപ്പൊ മടിച്ചേട്ടൻ ഇങ്ങനെ മൈക്കിൽ കൂടെ പറയുന്നുണ്ട്, ഹക്കീം ഷാജഹാൻ ഓടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, ഈ കുതിരയെ ഓടിത്തോപ്പിച്ചാൽ ഒരു പൊൻപണം ഞാൻ നിനക്ക് സമ്മാനമായി തരാം. അപ്പൊ ഇതൊന്നും എനിക്ക് കേൾക്കത്തില്ല. അത് അതിന്റെ ഓടി കേട്ട് പുള്ളി എനിക്ക് തന്നിട്ടാ. പുള്ളി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് പൈസ ഒന്ന് കുറച്ച്. നന്നായി. ഒരു ഓട്ടത്തിന് അത്രയും പൈസ അതെ 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 വേറെ കിട്ടിയിട്ടില്ല. നമുക്ക് ഒരാൾ നിക്കണ കണ്ട സൈക്കിൾ. അത്ര വെയിലും ചൂടും കുതിരയും ഞാനും മാത്രമേ ഉള്ളൂ. കാല് മണല്, മണല്, ചെരുപ്പിട്ടില്ല. അപ്പൊ ചെരുപ്പിട്ടാ പോയില്ലേ? പോയില്ലേ, സ്റ്റൈല് പോയില്ലേ? പോയി. അപ്പൊ അങ്ങനെയാണ് അത് ഞങ്ങൾ എടുത്തത്. അതെ, ഉള്ളിന്റെ ഉള്ളിൽ ആലോചിനി ഒരു തവണയും കൂടെ ഓടട്ടെ വരരുതിൽ നോർത്ത് പ്രാർത്ഥിച്ച് ഓടിയതാണ്. അല്ല, ഇത് നമുക്ക് ആ ഷോട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ വരരുത് അങ്ങനെയൊന്നും ഞാൻ തീരുമാനിച്ചില്ല. പക്ഷെ അല്ല, ചിന്തിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അവർക്കറിയാലോ, ഒരു മാനുഷിക പരിഗണന അവരും തരുമല്ലോ ഇട്ട് ഓടിക്കുമ്പോ. ഫസ്റ്റിന്റെ അത്ര സ്പീഡ് സെക്കൻഡ് ടേക്കിൽ കിട്ടൂല. കാരണം എനർജി മുഴുവൻ അവിടെ പോയി. പക്ഷെ നടന്നു. നടന്നു. ആ സിനിമയിൽ ഏറ്റവും ഓർത്തിരിക്കുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രംഗങ്ങളിലൊന്ന് ഇത് തന്നെയാ. ആ കുതിരയുടെ കൂടെ ഓടുന്ന ഒരു സീനും. അത് പിന്നെ ദുൽഖറിന്റെ മുഖമാണ് വരണേ, താങ്കളുടെ കാലാണെങ്കിലും. ഇതുപോലെ ഷൈൻ ടോം കഴിഞ്ഞൊരു ദിവസം ഇന്റർവ്യൂല് എന്റെ അടുത്ത് പറഞ്ഞപ്പോ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് എന്തും ചെയ്യേണ്ടി വരും. ഇപ്പൊ സൗബിൻ പറഞ്ഞിട്ടുണ്ട്, സൗബിൻ മൈലായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ AD എന്ന് പറഞ്ഞാൽ എല്ലാ പണിയും ചെയ്യണം. ഇതുപോലെ ശരീരത്തിന് വേറെ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ അഭിനയിക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്? ഒരുപാടുണ്ട്. അങ്ങനെ ചാർലി തന്നെയാണോ? അല്ല, ഇതുവരെയുള്ള സിനിമകളിൽ നമ്മൾ ഞാൻ ഒരു സിനിമയിലാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ മാടിഞ്ഞാന്റെ കൂടെ ചെറിയ ആർട്സിൽ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ സഹകരിച്ചിട്ടുണ്ട്. നായാക്കില് കാസ്റ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ചാർലി ഇറ്റ് സെൽഫ് ഈസ് ഇനഫ്. അതായത് അത്ര അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പൊ അതിനകത്തുണ്ട്, കുറെ സ്ഥലത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേസിക് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പുതിയൊരാളോട് വിളിച്ച് അവരോട് ഐഡിയ കൺവേ ചെയ്ത് ഈ ഷോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവര് സിനിമയായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ ഡീക്കിനെ പോലെ ഇരിക്കുന്ന ഡൂപ്പിനെ വെക്കാന്ന് വിചാരിക്കാം. പക്ഷെ അയാൾ സിനിമയായിട്ടൊരു പ്രവർത്തനം ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ അയാൾക്ക് ഞങ്ങൾക്ക് ഈ ഷോട്ടാ വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സമയവും ബുദ്ധിമുട്ടും കാരണം ഞങ്ങൾ എടുത്ത് കയറിക്കോളാം, പോരട്ടെ വാ, അങ്ങനെയുള്ള പരിപാടിയല്ലേ. ഏതോ ഒരെണ്ണത്തിലൊരു ഞൊണ്ടിയായിട്ട് കണ്ടെന്ന് പറഞ്ഞത് എവിടെയായിരുന്നു? ഒരുപാടുണ്ട്. ഞൊണ്ടിയായിട്ടല്ല, അതിപ്പോ പാസിംഗ് ഷോട്ടുകള്, ഇപ്പൊ ക്രൗഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് അത്രയധികം ക്രൗഡ് ഉണ്ടാവും. അപ്പൊ നമ്മള് അതിന്റെ ഇടയ്ക്ക് നിൽക്കും.
ഉം. ഉടുപ്പ് മാറി അവരുടെ കോസ്റ്റ്യൂമിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മള് അവരെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് മാക്സിമം 10-20 വരെ നമ്മുടെ പുറമൊക്കെ ഉണ്ടാവുള്ളൂ. ആ. അപ്പൊ പിന്നെ എടാ അങ്ങോട്ട് ഇങ്ങനെ 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 ഇപ്പൊ ഇവിടെ പെർഫോമൻസ് നടക്കുന്നുണ്ടോ ആ, ആർട്ടിസ്റ്റുകളുടെ. ആ. അത് കഴിഞ്ഞിട്ട് ടേക്ക് തീരാറായെന്ന് മനസ്സിലാകുമ്പോഴും പതുക്കെ ഞാൻ ഞൊണ്ടി 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 അങ്ങോട്ടൊക്കെ പോകും. അപ്പൊ ആൾക്കാര് വിചാരിക്കും ഏതോ ക്യാരക്ടറാണ്, അതെ. ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഈ അതിൽ നിന്നെല്ലാം പഠിച്ചത് കൊണ്ടാണോ AD പണി മടുത്തത് കൊണ്ടാണോ ഇനി ഈ പരിപാടിക്ക് ഞാനില്ല? അല്ലല്ല ഏ? അല്ലല്ലല്ല. ആ. വീണ്ടും എനിക്ക് ആക്ടിങ് ആയിരുന്നു താല്പര്യം. അപ്പൊ സിനിമ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ AD ആയിട്ട് ജോയിൻ ചെയ്തത്. പിന്നെ വീണ്ടും സിനിമ എനിക്ക് പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് അടിച്ചു. ചാർലി കഴിഞ്ഞ സമയത്ത് എന്നാ പിന്നെ ഡയറക്ടർ ആയാലോ. ഉം. അതിന്റെ പിന്നെ ഞാൻ അഭിനയം പരിപാടി അതിന്റെ നോട്ടം പരിപാടിയൊക്കെ നിർത്തി. ഉം. അപ്പൊ പിന്നെയും ഞാൻ ലൈക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് അടിക്കുമല്ലോ. ഡയറക്ടറാണോ ആക്ടറാണോ, ഡയറക്ടറാണോ ആക്ടറാണോ. ആ മൊമെന്റിൽ വീണ്ടും ആക്ടിങ് തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു. അങ്ങനെ പിഴച്ചിട്ടില്ല. ഏ? പിഴച്ചിട്ടില്ല. അതെ. എന്തായാലും പോക്ക് വെച്ചിട്ട് നമുക്കത് അറിയാം അല്ലേ? ആയിരിക്കാം. ഇനി പ്രണയവിലാസത്തില് എനിക്കതിൽ ഇഷ്ടമുള്ള പല സീനുകളില് അതിലൊരെണ്ണം ഫുട്ബോൾ എടുത്ത് അടിച്ച് വിടുന്ന സീൻ. പിന്നീടാണ് ഞാനൊരു ഇന്റർവ്യൂവിൽ കാണുന്നത്, ഓ താങ്കൾ നവോദയയിലാണ് പഠിച്ചത്, അവിടെ നാഷണൽ ലെവൽ വരെ പോയി മത്സരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഒരിക്കലും തോന്നിയിട്ടില്ലേ ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ച് ഭയങ്കര ഫെയിം കിട്ടുന്ന ആളുകൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വിങ് ബാക്ക് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ആ ഒരു ഫുട്ബോൾ വഴി പോകണം എന്നൊരു ചിന്തയൊന്നും ഒരിക്കലും വന്നില്ലേ? നവോദയ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ആ. എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒന്നിലൊരു ഫുട്ബോൾ പ്ലെയർ, അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ, അല്ലെങ്കിൽ ഒരു ആക്ടർ. ആക്ടറൊക്കെ ഒരു തീരുമാനം എടുത്ത് ശരി ഇത് തന്നെ ഇറങ്ങി തിരിച്ച് ഞാൻ കോളേജൊക്കെ സമയത്തായപ്പോഴാണ്. ആ. അപ്പോൾ എനിക്ക് എനിക്ക് മിലിറ്ററി ചേരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ NCC പരിപാടി ഒക്കെ ഉണ്ടല്ലോ, RD പരേഡ്, അങ്ങനെ ഒരുപാട് ക്യാമ്പുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫുട്ബോളർ ആവുക എന്നുള്ളത് അന്നത്തെ ലൈക്ക് ഞാൻ നന്നായിട്ട് കളിക്കുമായിരുന്നു. ലൈക്ക് ബേസിക്കലി അത്ലറ്റ് ആയതുകൊണ്ട് എല്ലാ കളിയും കളിക്കുമായിരുന്നു. വോളിബോളും ബാസ്കറ്റ്ബോളും ഒക്കെ. ഫുട്ബോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ലൈക്ക് കളിക്കാൻ ഭയങ്കര രസം, ഭയങ്കര ബ്യൂട്ടിഫുൾ ഗെയിം അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഫുട്ബോളർ ആവാം. പക്ഷെ എന്താന്ന് വെച്ചാലേ ഞാൻ മടിയനായതുകൊണ്ട് ഞാനൊരു ദിവസം അതിന്റെ സായി കോച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് 9 മണി 10 മണി വരെ ട്രെയിനിങ്, രാത്രി വൈകുന്നേരം 3 മണി തൊട്ട് 6 മണി 7 മണി വരെ ട്രെയിനിങ്. അങ്ങനെ ഒരാഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വയ്യ, അങ്ങനെ നിർത്തി. ഇത്രയും പറ്റത്തില്ല. ഇത്രയും പറ്റത്തില്ല. ഞാൻ കളിക്കുന്നൊക്കെ ചെയ്യും, പക്ഷെ എനിക്ക് വേണ്ട. എനിക്ക് സൗകര്യമുള്ളപ്പോ സൗകര്യമുള്ളപ്പോ. അപ്പൊ കഷ്ടപ്പാട് ഇത്രയും മതി എന്ന് പറഞ്ഞ് അതിനേക്കാളും കഷ്ടപ്പാടുള്ള പണിയിലോട്ട് നമ്മൾ എത്തി. അതായത് കൃത്യമായിട്ടൊരു ടൈമിംഗ് ഇല്ല, ഇന്ന് ഇന്ന സമയത്ത് ഷൂട്ട് എന്ന് പറഞ്ഞ് ഇന്ന സമയത്ത് ഷൂട്ട്. മറ്റത് ഹാർഡ് വർക്ക് കഴിഞ്ഞ ഒരു റുട്ടീനിൽ എത്തിയത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് എങ്ങനെ തോന്നുന്നു? പണിയെടുക്കാതെ വേറെ വഴിയില്ലല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ പണിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ പണിയെടുക്കലായിട്ട് തോന്നുന്നില്ല. പക്ഷെ ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നത് എല്ലാ ഇൻഡസ്ട്രി ഇങ്ങനെ തന്നെയാണ്, ഏത് ജോബും ഇങ്ങനെ തന്നെയാണ്. ലൈക്ക് നമ്മൾ അതിനകത്ത് കുറച്ച് നന്നായിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ അതിന് കൂടുതൽ 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 ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെയാണ്, കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രണയവിലാസത്തിലെ ആദ്യം നിങ്ങളുടെ മുഖമൊന്നും കാണിക്കണില്ല, നിങ്ങൾ ഇപ്പൊ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നില്ല, സിനിമ ഇറങ്ങുന്നവരെ നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. മമിതയെ കാണിക്കുന്നു, അനശ്വര എവിടെ, നിങ്ങൾ എവിടെ, നിങ്ങളുടെ മുഖമില്ല, അനശ്വര എവിടെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര കണ്ണ് നിറഞ്ഞ ഒരു സിനിമയാണ്, ഭയങ്കര ഇഷ്ടമായി പ്രണയവിലാസം. അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ ആളുകൾ ഹക്കീമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ മാല പാർവതി ചേച്ചി പറഞ്ഞു ഭയങ്കര ഇഷ്ടമായതൊക്കെ പറഞ്ഞു. അതുപോലെ ഓർത്തിരിക്കുന്ന ആ സിനിമയെ കുറിച്ച് ആരെങ്കിലും ഒരു പ്രത്യേകമായി പറഞ്ഞൊരു കാര്യം വേറെ ഓർത്തിരിക്കുന്നുണ്ടോ? ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാൾ എന്തെങ്കിലും പറഞ്ഞത്? മമ്മൂക്ക. ഞാനിപ്പോ ബസൂക്ക എന്ന് പറയുന്ന ഒരു പടം ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഷൂട്ട് തീരാറായി ഓൾമോസ്റ്റ്. അപ്പൊ അതിനകത്തേക്ക് ഞാൻ വരാൻ കാരണം ഞാൻ കടകൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന്, അതായത് ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യണം എന്ന് പറയാൻ എനിക്ക് കോൾ വന്നത്. ഇല്ല, എനിക്ക് സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോനെ അടിപൊളി ക്യാരക്ടറാണ്, വിട്ടുകളയരുത് എന്നൊക്കെ എനിക്ക് പല സ്ഥലത്തുനിന്ന് എനിക്ക് അറിയാൻ പറ്റി. അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ കടകൻ ടീമിനോട് ചോദിച്ചു, പറഞ്ഞു ബ്രോ നമുക്ക് 2 വീക്സും കൂടെ ഉണ്ട് ഷൂട്ടിന്, എന്ത് ചെയ്യാൻ, നമുക്ക് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. അവസാനം ഇവിടെ കാല് പിടിച്ച് അവിടെ കാല് പിടിച്ച് അവർ ഒരു ആഴ്ച ബ്രേക്ക് ചെയ്തു, കടകൻ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്തത് എങ്ങനെ ഞാൻ ഇതിനകത്ത് എത്തിയെന്ന് എനിക്കറിയണം. അപ്പോ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബേസിക്കലി ഇതൊരു ആക്ടർ ചെയ്യേണ്ടിയിരുന്നതാണ്, ഒരു വലിയൊരു ആക്ടർ. അപ്പൊ
അപ്പൊ പുള്ളിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് വേറൊരു 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു ഞാൻ. അപ്പൊ ആ കറക്റ്റ് സമയത്ത് തലേ ദിവസം മമ്മൂക്ക പ്രണയവിലാസം കണ്ടിരുന്നു. അപ്പൊ പിറ്റേ ദിവസം ഈ 3 ഓപ്ഷൻ വന്നപ്പോ ഇവൻ മതി എന്ന് പറഞ്ഞു. അവൻ നടിയും, അവൻ വെച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ അറിഞ്ഞു. അപ്പൊ മമ്മൂക്ക അതൊന്നും മെൻഷൻ ചെയ്യുന്നുമില്ല. അപ്പൊ ഞാൻ നിക്കുന്നുണ്ട് പറ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രണയവിലാസത്തെ കുറിച്ച് ഞാൻ ചർച്ചയിൽ എടുത്തിട്ട് പറഞ്ഞു, ഞാനത് പടം കണ്ടുകൊണ്ടാണ് ഇപ്പൊ താൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ താങ്ക് യു, എനിക്കറിയാം, ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയെ കുറിച്ച് സംസാരിച്ചു. നല്ല രസമായിരുന്നു, നല്ല പടമായിരുന്നു, ഞങ്ങളെല്ലാരും കണ്ടു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവസാനം ആ ക്യാരക്ടർ ഷിഫ്റ്റ് എന്തൊക്കെ ചെയ്തതെന്ന് നമുക്ക് ചോദിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു, മുടി കുറെ എടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നല്ല പരിപാടിയായിരുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു അവസാനം ആ മരണ വീട്ടിൽ വന്നിരുന്നു എന്ന് എൻഡി കാണിച്ചപ്പോ ഒരാണി കൂടി ചങ്കിൽ അടിച്ച പോലെ ആയിപ്പോയി. ഞാനിങ്ങനെ അന്നത്തെ ദിവസം ഞാനിങ്ങനെ പാറി പറഞ്ഞു. ഇത് മതി കിക്ക് കിട്ടാനായിട്ട്. ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് മമ്മൂക്കല്ലേ പറയുന്നത്, അത് സീൻ എടുത്താ പറയണേ. അതെ അതെ ഓ, അത് ഉഗ്രനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിക്യൂന് മെസ്സേജ് മെസ്സേജപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പറഞ്ഞു. ആളാ വാപ്പിച്ച് പറഞ്ഞിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതും എനിക്ക് ഭയങ്കര ഓക്കെ. പക്ഷെ പ്രണയവിലാസം എന്ന് പറയുന്ന ഒരു കഥ വരുമ്പോ വിചാരിച്ചിരുന്നു ഇത് ഇങ്ങനെ ആളുകൾ എല്ലാ പ്രായത്തിലുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾ അംഗീകരിക്കുന്ന ഒരു സിനിമയായിരിക്കും. ബേസിക്കലി പടം തുടങ്ങുന്നതിന് മുന്നേ മാടിച്ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ പരിപാടി ഉണ്ട്, നീ പിടിക്കണം, അടിപൊളി പരിപാടിയാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, എന്തായാലും ഞാൻ പിടിക്കും, എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പൊ എന്തായാലും ഞാൻ പിടിക്കും. ബേസിക്കലി ലൈക്ക് ഞാൻ സിനിമ പഠിച്ചതും എനിക്ക് ഭയങ്കര ഒരു ഗുരു സ്ഥാനത്ത് ഞാൻ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ മാടിച്ചേട്ടൻ അങ്ങനെ എനിക്ക് വെറുതെ വിളിച്ച് തരില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യമായിട്ട് പോയി ഡിസ്കഷൻ ഇരുന്ന് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് മാടിച്ചേട്ടൻ പറഞ്ഞു അതെങ്ങനെ നീ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു പരിപാടിയൊക്കെ ഇങ്ങനെ ചെറിയ ബോഡി ലാംഗ്വേജിലൊക്കെ ഷിഫ്റ്റ് കൊണ്ടുവരാം. കാരണം ഈ സിനിമ വരുന്ന ഒരു സീൻ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് പ്രായമായിട്ടുള്ള വേർഷനാണ്. ലൈക്ക് ഒരു സീനിന്റെ വ്യത്യാസത്തിലാണ് ഞാൻ പിന്നെ ഏജിലായിട്ട് വരുന്നത്. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് അടിക്കും വ്യത്യാസം വന്നില്ലെങ്കിൽ. അപ്പൊ ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കാൻ പറ്റണമല്ലോ. അപ്പോ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഒരു ചോദ്യമോ ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. ലൈക്ക് കംപ്ലീറ്റ്ലി വിട്ടു തന്നു. അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അതങ്ങനെ വീണ്ടും ഫോളോ അപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ രീതിയിൽ അങ്ങ് പോവാം. അപ്പൊ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൈ നിടേണ്ടി വന്നു എന്തെങ്കിലുമൊക്കെ പരിപാടി കാണിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ സമയത്ത് ഓഫ് കോഴ്സ് ഡയറക്ടർ നിഖിലിന്റെ കോൺട്രിബ്യൂഷൻസ്, പിന്നെ കൂടെയുള്ള ആൾക്കാർ ലൈക്ക് നമുക്ക് ഇല്ലാത്ത ബോഡി ലാംഗ്വേജ് ആയതുകൊണ്ട് പതുക്കെ വർത്താൻ പറയുമ്പോഴേക്കും ചെറിയൊരു കൂന അവിടെ കൊടുത്തിട്ടുണ്ട്, നീ തന്നെ കൊടുത്തേന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും കൂടെയുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അങ്ങനെയാണ്. അത് ഭയങ്കര ഭാഗ്യമാണ്. എന്തായത് വെച്ചാൽ നമ്മളിപ്പോ ഒരു മൂവിയിൽ ഇപ്പൊ സിനിമ ഇങ്ങനെ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഒരു വിജയിച്ച സിനിമയിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ, അതും ഇതുപോലെ 2 കാലഘട്ടം കാണിക്കാൻ പറ്റുക, അത് വർക്കൗട്ട് ആവുക എന്ന് പറയുന്നത് ഭയങ്കര, എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോ അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് പെർഫോം ചെയ്തിട്ടും കാര്യമില്ല, സിനിമയും വിജയിക്കണം. സിനിമ വിജയിച്ചില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പാടൊക്കെ വെറുതെയാണ്. അപ്പൊ അത് ഭയങ്കര ഒരു ലൈക്ക് എല്ലാം കൂടെ നമ്മൾ ചേർന്ന ഒരു സിനിമ സംഭവിച്ചത് ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പം ഈ ഒരു ഇതിലെ മമ്മൂക്ക പറഞ്ഞില്ല ഒരു ആണി അടിക്കുന്ന പോലെ, അതുപോലെയാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കൊളുത്തി വലിച്ചൊരു ക്യാരക്ടറാണ് വിനോദിന്റെ. അത് വല്ലാത്തൊരു സങ്കടവും എല്ലാം വന്നു കഴിഞ്ഞു. ഇത് ഞങ്ങൾക്ക് കൊളുത്തി വലിച്ചൊരു ക്യാരക്ടറാണ്. ഇപ്പൊ വിനോദല്ല, ഹക്കിം ഇതുവരെ ഇപ്പം ക്യാമറയ്ക്ക് പിന്നിൽ നിന്നിട്ടുണ്ട്, കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട്. അതാണ് ഹക്കിമിന്റെ ആ ഒരു ജേർണിയുടെ പ്രത്യേകത. അതിലെ ഏറ്റവും ഹൃദയത്തിൽ ഒരു ആണി തറച്ചൊരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു സീൻ ഏതായിരിക്കും? അത് ഹക്കിമിന്റെ തന്നെ ആയിരിക്കണമെന്നില്ല, കണ്ടിട്ടുള്ള ആ മൊമെന്റിൽ നമ്മൾ ഇതിങ്ങനെ നമ്മൾ മോണിറ്ററിന്റെ പുറകിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ഒരു പെർഫോമൻസ് കാണുമ്പോൾ അടിപൊളി. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഞാൻ മാത്രമായിരിക്കില്ല, ഡയറക്ടറും കണ്ണു നനഞ്ഞിരിക്കുമായിരിക്കും. ലൈക്ക് നമുക്ക് എല്ലാ സിനിമയിലും ആ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, ഒരു ഇമോഷൻസ് ഇങ്ങനെ കൊണ്ടുപോയി ടക്കെന്ന് പൊട്ടിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. അത് ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ മൊമെന്റ് ഷൂട്ട് ചെയ്യുന്നതും ഭയങ്കര രസമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മൊമെന്റുകൾ, അതുകൊണ്ടാണല്ലോ ഒരു അടിപൊളി ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ഇപ്പോഴും തിരക്കുള്ള ആർട്ടിസ്റ്റുകളായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. ഇപ്പൊ പേരെടുത്ത് പറയാനാണെങ്കിൽ പ്രണയവിലാസിൽ അനശ്വരയുടെ ആ സീക്വൻസ് എടുക്കുന്ന സമയത്ത് ലൈക്ക് എല്ലാവരും അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവളെ ഓടി വന്ന് നിന്ന് ആ ഒരു മൊമെന്റ്, ആ ഒരു 3-4-5 വേർഷൻസ് എന്തോ പുള്ളിക്കാരി കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ ആ ഒരു സാധനം, അതുപോലെ തന്നെ അമല പോളിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉള്ള ആ ഞാനും അവളുമായിട്ടുള്ള ഒരു മറ്റേ ഇതെടുത്ത് എറിയുന്ന ഒരു സീൻ എടുക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര, എന്റെ പെർഫോമൻസ് കണ്ടിട്ടില്ല,
ഞാൻ പുള്ളിക്കാരിയുടെ റിയാക്ഷൻസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര പാവം തോന്നി. ലൈക്ക് എന്താ പറയാ, ആ എനിക്ക് സിനിമ ഭയങ്കര എമ്പത്തി തോന്നുന്ന ഒരു അവസ്ഥയില് അതെനിക്ക് ഭയങ്കര റിലേറ്റ് ആയിരുന്നു. ഒരുപാടുണ്ട് അങ്ങനെ. അനുപമയുടെ ഈ പറഞ്ഞ പോലെ അനുപമയുടെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള ആ ക്ലൈമാക്സ് സീനിൽ ഉള്ള പെർഫോമൻസ്, പുള്ളിക്കാരിയുടെ അവസ്ഥ നമ്മൾ ആലോചിക്കില്ല, ആ ആർട്ടിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കില്ല. അപ്പൊ അത് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു മൊമെന്റ്സ് ആണ്. അത് നമ്മള് കണ്ടിരിക്കുമ്പോഴേക്ക് ഇനി നമുക്കറിയാം ഇനി രണ്ടാമതൊരു ടേക്ക് പോവില്ല, ഇതാണ് ആ ഒരു സാധനം അറിയാൻ പറ്റുമല്ലോ. യെസ്, പെർഫെക്റ്റ്, ടൈമിങ് കറക്റ്റ് ആയി, ഫോക്കസ് എല്ലാം കറക്റ്റ് ആയി, പെർഫോമൻസ് അടിപൊളിയായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടുന്നു നമുക്ക്. രണ്ടാമതൊരു ടേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ABCD ദുൽഖർ സൽമാനെ വെളുപ്പിന് വരെ നിർത്തി ഷൂട്ട് ചെയ്യിപ്പിക്കാൻ സാധിച്ച വളരെ കുറച്ച് കലാകാരന്മാരിൽ ഒരാളാണ് താങ്കൾ. കേട്ടിട്ടുണ്ട്. അതായത് വലിയ ഡയലോഗ് പറയുന്ന ദുൽഖർ അത് പറയുന്നു, തിരിച്ചു പറയേണ്ട ഫാൻ ബോയ് ദുൽഖറിനെ നോക്കി നിൽക്കുന്നു. അല്ല, അതുപോലെയുള്ള അനുഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ടോ? അതായത് ടേക്ക് എടുത്തിട്ടും അങ്ങോട്ട് എത്തുന്നില്ല എന്ന് വിചാരിച്ചു. ബസൂക്കലുണ്ടായിട്ടുണ്ട്. ബസൂക്കല് മമ്മൂക്കാട് കൂടെ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ഡയലോഗ് ഞാനിങ്ങനെ പറയാണ്. അപ്പൊ എനിക്കറിയാം അതങ്ങനെയല്ല പറയേണ്ടത്, മമ്മൂക്കൊക്കെ അറിയാം അതങ്ങനെയല്ല പറയേണ്ടത്, ഡയറക്ടർക്ക് അറിയാം അങ്ങനെയല്ല പറയേണ്ടത്. ഒരു ടേക്ക് ഓക്കെ വൺ മോർ, വീണ്ടും ടേക്ക് ഓക്കെ വൺ മോർ, എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്താ നീ കാണിക്കണമെന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങളൊരു എന്റെ കൂടെ ആർട്ടിസ്റ്റുകൾ വേറെ ഒരു 10-12 പേര് കൂടെയുണ്ട്. അങ്ങനത്തെ ഒരു സീക്വൻസ് ആണ്. അപ്പൊ നമുക്ക് അവസാനം ഡേന്നല്ല കേട്ടോ, എടാ നീ ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു നോക്ക്, അങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. പിന്നെ എന്നെ പുള്ളി ഡയറക്ട് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ, കാരണം സമയം പോവാണേ, നീ എന്ത് കാണിക്കാൻ തീർത്തിട്ട് വീട്ടിൽ പോകണ്ടേ, ആ ഒരു പരിപാടിയൊക്കെ ഞാനിങ്ങനെ ഓക്കെ സോറി. അതുകൊണ്ട് പിന്നെ ആ രീതിയിൽ പോയപ്പോഴത്തേക്ക് ഓക്കെ ഡൺ, ഡയറക്ടർ ഹാപ്പി, ഞാൻ ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പൊ മമ്മൂക്കയുടെയും ദുൽഖറിന്റെ അടുത്ത് വരുമ്പോഴാണ് ഒരു പ്രത്യേക അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ട്. അല്ലല്ല, ദുൽഖറിന്റെ കൂടെ ABCD ചെയ്യുന്ന എന്റെ ഫസ്റ്റ് മൂവിയാണ്. എനിക്ക് അറിയില്ല, അതായത് എനിക്ക് സിനിമ എന്താണെന്ന് അറിയില്ല, നമ്മൾ ഈ നാടകവും സ്കിറ്റും പരിപാടിയൊക്കെ കാണിക്കുമ്പോൾ അല്ലല്ലോ. എന്റെ ഫസ്റ്റ് ഷോട്ടാണത്. അങ്ങനെ പോയതാണ് 10-25 ടേക്കുകളൊക്കെ കടന്നത്. മമ്മൂക്കാട് കൂടെ വരുമ്പോ പിന്നെ പറ്റാണ്ടായി പോവില്ലേ, ആരെങ്കിലും മരിച്ചു അങ്ങനെ ആയി പോവും. ഫാൻ ബോയ് ആണ്. മാത്രല്ല എന്താണ് പറയാ, ഒരുപാട് കാര്യങ്ങൾ തലയിൽ കൂടെ പോകും. ലൈക്ക് ഇതുവരെ എന്റെ ജീവിതത്തില്, ഞാൻ എന്റെ സിനിമാ ജീവിതത്തിൽ ഇത്രയധികം കാര്യങ്ങൾ എന്റെ തലയിൽ കൂടെ പോയിട്ടുണ്ടാവില്ല. അപ്പൊ പേടിച്ചു പോവും ഭയങ്കര. എന്താ പറയാ, പിന്നെ ഓക്കെ ആവും കേട്ടോ, ഒരു 1-2 ദിവസം കഴിയുമ്പോ എല്ലാം ഓക്കെ ആവും. പക്ഷെ ആദ്യത്തെ ഒരു 1-2 ദിവസം ഭയങ്കര, ഞാൻ ഇരിക്കണ ശരിയാണോ, ഞാൻ കൈ കെട്ടിയേക്കണ ശരിയാണോ, ഇനി ഞാൻ നോക്കാവോ, മുഖത്തേക്ക് നോക്കാവോ, ഇപ്പൊ കുറച്ചേരം നോക്കി നിന്നാ ബോറാവോ, അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ. നിർത്താം, ഓക്കെ ശരി, അങ്ങനെ ലൈക്ക് ഞാൻ ചെയ്യുന്ന വേർന്ന് എന്റെ മനസ്സ് പറയുന്ന വേർന്ന്, അങ്ങനെ പല വഴിക്ക്. ഞാൻ താങ്കളുടെ നായാട്ടിന്റെ കഥ കേട്ടിട്ടുണ്ട്. അതായത് കുഞ്ചാക്കോ ബോബൻ വന്നിരുന്ന സമയത്ത് പുള്ളിയുടെ അടുത്ത് എന്തായിരുന്നു വെച്ചാൽ അല്ല, ഭയങ്കര ഓക്വേർഡ് സിറ്റുവേഷൻ. അതായത് എന്താ വെച്ചാൽ ആളുകൾ ഷൂട്ട്, ഞാൻ അറിയുന്നില്ല, ഞാൻ ഡ്രൈവറാണല്ലോ, അപ്പൊ എനിക്ക് മാത്രം തണുപ്പില്ല. കാരണം അന്ന് മൂന്നാറിൽ ഏകദേശം 0 മൈനസിൽ എന്താണ് അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഉജ്ജയിനിലൊക്കെ അല്ല, ഈ ലോകത്ത് അതുവരെ മൂന്നാറിൽ അങ്ങനെ തണുപ്പും വന്നിട്ടില്ല. അപ്പൊ ബാക്കിയുള്ളവരും പുറകിലിങ്ങനെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അറിയുന്നില്ല. അപ്പൊ പിക്കപ്പിന്റെ ഫ്രണ്ട് ക്യാബിനിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് മാത്രം തണുപ്പൊന്നും ഇല്ല. അപ്പൊ ഞാനിപ്പോ എന്റെ കാര്യങ്ങളിൽ ലോകത്ത് ഞാൻ പുറത്ത് ഷൂട്ടൊക്കെ കണ്ടുകഴിയുമ്പോൾ ഒരാൾ വന്ന് കയറി അകത്തിരുന്ന് അടച്ചു. അപ്പൊ ഞാൻ അതുപോലെ ചാക്കോച്ചനോട് മിണ്ടിയിട്ടില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ ചാക്കോച്ചൻ അയ്യോ, അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യണം, മിണ്ടണോ? അങ്ങനെ ഒരു ഓക്വേർഡ് സൈലൻസ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരൻ ചോദിച്ച്, ചാക്കോച്ചനോട് കഥ പറയണമെങ്കിൽ എന്ത് ചെയ്യണം, മാനേജേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഐ ഡോണ്ട് ഹാവ് എനി മാനേജേഴ്സ്. ഓക്കെ. അത് എന്താ സംസാരിക്കണ്ടേന്ന് അറിയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയാലോ ഇങ്ങനെ തുടങ്ങിയാലോ എന്നൊക്കെ ഒരു തോന്നല് വരില്ലേ. അപ്പൊ കാരണം ഇവരൊക്കെ കുഞ്ഞുനാളിലേ കണ്ട് ആരാധിച്ച് അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് അങ്ങനെ കാണുമ്പോ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഓക്കെ എന്താ ചെയ്യണ്ടേ ഇനിയിപ്പോ, അങ്ങനെ തോന്നല് വരും. ലൈക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുന്നു. സാരില്ല, അതിനുശേഷം ശരിയായി. പക്ഷെ താങ്കൾ ഏറ്റവും കൂടുതൽ ഫാൻ ബിജു മേനോന്റെ അല്ലേ? അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ എന്ത് ചോദിക്കും, ഹായ് ഞാൻ ഹക്കിം, അല്ല ഞാൻ ബിജു മേനോൻ. അല്ലല്ല, എനിക്ക് അതാണ് ബീച്ചറിനോടുള്ള ഇഷ്ടം. അതായത് ബീച്ചറിന് ഒരിക്കലും അങ്ങനെ ഇന്റിമിഡേറ്റിംഗ് സാധനം എനിക്ക് ബീച്ചറിനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ബീച്ചറൻ ഭയങ്കര എന്താണ് പറയാ, എടാ പാടാ വൈകുന്നേരം പാടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം പോയിരിക്കുന്നു, പാട്ട് പാടുന്നു. ലൈക്ക് ആ ഒരു എന്താ പറയാ, ഒരു വേറെ തന്നെ ഒരു മനുഷ്യനാ പുള്ളി. ഭയങ്കര
അത് ഞങ്ങൾ രക്ഷാധികാരി പേജ് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാവരും ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ള 10-25ഓളം കുട്ടികളുണ്ട് ഉം. അവിടെ. അപ്പൊ എല്ലാവരും കൂടി ഒന്ന് ബീച്ചേട്ടൻ വിളിക്കുക എല്ലാവരും. വിളിച്ചു വന്നിട്ട് ഞങ്ങൾ പാട്ട് പാടലും കാര്യങ്ങളും തമാശ പറച്ചിലും ബീച്ചേട്ടന്റെ സർക്കിളിൽ വന്നിരുന്ന് തമാശ പറഞ്ഞ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. എന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബീച്ചേട്ടനെ 1-2 പ്രാവശ്യം വിളിച്ച് ഫ്ലാറ്റിൽ പോയി ഞങ്ങൾ വീണ്ടും അവിടെ ഇരുന്ന് സംസാരിച്ചു. ഭയങ്കര രസമാണ് അത്. I know. അത് കാരണം എന്റെ എന്തോ 24 വയസ്സിലൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയല്ലേ പുള്ളി പറയുന്ന കാര്യങ്ങൾ, തമാശകള്. അത് ഭയങ്കര രസമാണ്. അതൊക്കെ ഒരു മൊമെന്റ്സ് ആണ്. അങ്ങനെ ഇപ്പൊ ബീച്ചേട്ടന്റെ ഞാൻ ഏറ്റവും പ്രത്യേകതയായിട്ട് കാണുന്ന ഈസിയാണ്. ആ അതായത് ഭയങ്കര ആ easy ആണ്. ഇൻസ്റ്റന്റിൽ അഭിനയിക്കാൻ പോയ ആള് അതെ ഇറങ്ങി കഴിയുമ്പോ അത് അവിടെ അതെ ഉപേക്ഷിച്ചിട്ട് അതെ തിരിച്ചു വരുന്ന അതെ ഒരാൾ. അതെ. അപ്പൊ ഇങ്ങനെ ഒരാളെ കാണാനായിട്ട് നമ്മൾ പോകുമ്പോ ഉം. ഫസ്റ്റ് നമ്മൾ തലേദിവസമൊക്കെ ഓക്കെ ഇതാണ് എന്റെ ഉം. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഉം. എന്നുള്ള ഒരു ചിന്തയിൽ പോയതാണോ അതോ അവിടെ ചെന്ന് കണ്ട് പുള്ളിയുടെ ഫാൻ ആയതാണോ? അവിടെ ചെന്ന് കണ്ട് ഞാൻ ലൈക്ക് ബീച്ചേട്ടനാണെന്ന് എനിക്കറിയാലോ. ഉം. അപ്പൊ അ- എനിക്കൊന്നും അത്ര വലിയ വേഷമോ വലിയ സംഭവമൊന്നും ഇല്ല. ഉം. നല്ല ഞാൻ കണ്ടതാണ് ആ ക്യാരക്ടറാണ്, സിനിമ. നല്ല നല്ല സിനിമയാണ്. ക്യാരക്ടറാണ്, നല്ല ക്യാരക്ടറാണ്, നല്ല സിനിമയാണ്. അപ്പൊ ഞാൻ കാരണം കഥയ്ക്ക് വ്യത്യാസമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉം. വരുന്നില്ല. ഞാൻ ഇല്ല. ദുബായി പോകുന്നു, തിരിച്ചു വരുന്നു, അതിന്റെ ഉം. ഇമോഷൻസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടക്കുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിപൊളി ക്യാരക്ടറായിരുന്നു പ്രണവിലാസം, അല്ല രക്ഷാധികാരി രക്ഷാധികാരി ബൈജു. ബൈജു. അപ്പോ ബീച്ചേട്ടനുണ്ടെന്ന് അറിയാം. അപ്പൊ ഷൂട്ട് തുടങ്ങി 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇവരുടെ പെർഫോമൻസ് കാണുന്നു, ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓ അത് അങ്ങനെയാണല്ലോ ഇപ്പൊ ചെയ്യണ്ടേ, അപ്പൊ അങ്ങനെ ചെയ്താൽ എങ്ങനെയാവൂല, കൊള്ളാം, അപ്പൊ ഞാനായിരുന്നു ഇങ്ങനെ ചെയ്തേനെ, ഓ ശരിയാവൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കല്ലോ, മനസ്സിലിട്ട് ഇങ്ങനെ ആ. ആലോചിക്കും. അപ്പൊ ഒരു ദിവസം ബീച്ചേട്ടൻ അങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വിളിച്ചു. ഞാൻ നോക്കി ആരാണ് ഞാനോ ആ വാടാ. ഞാൻ ചെന്നു, ആ ചേട്ടാ ഇരിക്കടാ, ചായ കുടിച്ചാ, ആ എന്താ പേര്, അങ്ങനെ ഭയങ്കര നോർമൽ ആയി കളഞ്ഞു. ഷേ ഞാൻ നല്ല പ്രതീക്ഷ, ഞാൻ വിചാരിച്ചൊരു മറ്റേ ആ. സ്റ്റാർട്ടം പരിപാടി. ഇരുന്ന് ആ ഇത് അത് ഒന്നുമല്ല, പുള്ളി അതൊക്കെ പൊളിച്ചു കളഞ്ഞു ആദ്യം തന്നെ. ആ ആളാണ് അയ്യപ്പനും കോശിയൊക്കെ ചെയ്യണേന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പറ്റില്ല. ഗരുഡനൊക്കെ വന്നിട്ട് കാരണം പേഴ്സണലി ഇദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും അതെ പുള്ളി എങ്ങനെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിലോട്ട് മാറുന്നു എന്നുള്ള ഒരു ഇതില്ലേ. അതെ ഓ അതെ അത് ഭയങ്കര എനിക്കും ഭയങ്കര ബീച്ചറിന്റെ ഇപ്പോഴുള്ള ഒരു ഈസിനെസ് ഉണ്ടല്ലോ, ലൈക്ക് ഉം. ലൈഫിലുള്ള ഈസിനെസ് ഉണ്ടല്ലോ, അത് സിനിമയിൽ ഭയങ്കര രസമായിട്ട് കാണുന്നുണ്ട്. ശരിയാണ്. ഇനി താങ്കളുടെ സിനിമയിലോട്ട് വരുമ്പോ ABCD എന്ന് പറയുന്നതിൽ ദുൽഖറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഹക്കിം തന്നെയാണോ എന്ന് നമ്മളൊരു 3-4 തവണ ഇരുന്ന് കാണണം. ഉം. കാരണം താടി വ്യത്യാസമാണ് ഇവിടെ ഉം. നിന്ന് ഇതൊക്കെ എടുത്തിട്ട് ഉം. അതുപോലെ കാഴ്ചയിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹക്കിമാണ്. അപ്പൊ അത് നമ്മളൊരു സിനിമ അഭിനയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ നമ്മളൊരു നടനായി കഴിഞ്ഞു ഉം. നമ്മള് അപ്പൊ ഇനി ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോൾ തിരിച്ചറിയുമായിരിക്കും എന്നൊരു ചിന്ത വരും. ഉം. അപ്പൊ ഹക്കിമിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടേക്കുന്നത് പലരുമായിട്ട് സാമ്യമുണ്ട്. അതെ ഹക്കിമിന്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഞാൻ ഷോർട്ട് ഫിലിംസും അങ്ങനെ മനോരമയ്ക്ക് വേണ്ടിയിട്ട് കുറെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉം. ഇതിന്റെ അടിയിൽ എല്ലാത്തിലും വരുന്ന കമന്റ്സ്, സിദ്ധാർത്ഥ് ഭരതന്റെ വോയിസ്, ഈവൻ KP ശ്രീലത ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ വിചാരിച്ചു സിദ്ധു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഒരു എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിനയ് ഫോർട്ടിനെ പോലെ ഉണ്ട്, ഉം. പ്രണവ് മോഹൻലാൽ, പിന്നെ ഒരുപാട് പേരുണ്ട്. അല്ല അത് അത്രയും പേരുടെ ലുക്ക് വരുമ്പോഴത്തെ പ്രശ്നം എന്നാന്നറിയാവോ? ഉം. ഇവരുടെ എല്ലാ ലുക്കട്ടോ പിന്നെ ഹരിയില്ലേ, ഹരിനെ അറിയില്ലേ? ഹരിയായിട്ട് നല്ല ഹരിയായിട്ട് സാമ്യമാണ്. ഭയങ്കര ഭയങ്കര സാമ്യമാണ്. സാമ്യം. ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് തന്നെ സംശയമായിട്ടുണ്ട്. ഈവൻ കഴിഞ്ഞ ദിവസം ഹരി അപ്ലോഡ് ചെയ്ത ഫോട്ടോ കണ്ടിട്ട് ഇത് ഞാൻ തന്നെയാണല്ലോ, ഞാൻ വിചാരിച്ചു ഇത് എന്റെ ഏത് ഫോട്ടോ, ലൈക്ക് ദൂരെ നിന്നാണ് ഫോട്ടോ, ഇത് എന്റെ ഏത് ഫോട്ടോ എന്ന് നോക്കുമ്പോഴാണ് ഞാനല്ല മനസ്സിലാവും. ഭയങ്കര അടുപ്പം. ഭയങ്കരമാണ് ഹരി. പിന്നെ ഒരുപാടുണ്ട്. അതല്ല പ്രശ്നം. അപ്പൊ നമ്മൾ കണ്ടു, അതെ. പക്ഷെ ഇവരാരും അല്ല. അതെ. അപ്പൊ പിന്നെ ആരോ ആണ്. ആരുമാണ് ഹക്കിം എന്ന് പറഞ്ഞ തിരിച്ചറിയൽ കുറച്ച് വൈകിയില്ലേ? പിന്നെ അല്ല, അതുകൊണ്ട് എനിക്കറിയില്ല അത് എങ്ങനെയാണ് സിനിമ കാണുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അത് ബാധിച്ചേക്കുന്നത് എനിക്കറിയില്ല. ചിലപ്പോൾ നല്ലതായിട്ടായിരിക്കും, ചിലപ്പോൾ ചീത്തയായിട്ടായിരിക്കും. ചിലപ്പോ ഈ പറയുന്ന പോലെ മാറി കാസ്റ്റ് ചെയ്താണെങ്കിലും തന്നെ ഇത് കിട്ടുന്നല്ലെങ്കിലും ഇത് മതി വന്നു കഴിയുമ്പോ ഇത് മറ്റേ ലോലനല്ലേ, അവന് വിളിച്ചോളാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണെങ്കിലും എനിക്കറിയില്ലല്ലോ. എന്നോട് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ലോലനല്ലേ നല്ലായിരുന്നു, ലോലനല്ല. കുറെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ പിന്നെ എടുക്കും. അതെ താങ്ക് യു, ഇരിക്കട്ടെ, താങ്ക് യു. ടൊവിനോയുടെ അടുത്ത് എന്നിട്ട് ഉണ്ണി പോകുന്നതല്ലേ. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇത് സ്ഥിരമാണ്. പക്ഷെ ഇപ്പൊ പബ്ലിക് അപ്പിയറൻസ് ഒക്കെ നടത്തുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയത്തില്ലേ സെൽഫീസ്, ആളുകൾ വരല്, സംസാരിക്കല്? ഞാൻ അങ്ങനെ അത് നോക്കുന്നില്ല. കാരണം ബേസിക്കലി എന്റെ ഉള്ളില് അങ്ങനെ ഉണ്ടാവുന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഭയങ്കര ഓക്കോടാവും. ആൾക്കാർ പെട്ടെന്ന് അറിയില്ലാത്ത ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു എന്താ പകച്ചു പോയി ഞാൻ. അപ്പൊ എനിക്ക് എത്ര നടത്തിയാലും അതങ്ങ് മാറാൻ പറ്റണ്ട. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ശരിയാവായിരിക്കും.
യൂസ്ഡ് ആവുമായിരിക്കും മേ ബി, പക്ഷെ ടോട്ടലി ശരിയാവില്ല. ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണോ ഹക്കിം? ഞാൻ ആംബിവേർട്ട് ആയിരിക്കും ചിലപ്പോ. എന്റെ സർക്കിളിൽ ഞാൻ ഭയങ്കര ആ അടിപൊളിയായിരിക്കും, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്രയും വർത്താനം ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്ന ആളുകൾ സംസാരിക്കണം. ഞാനിപ്പോഴും ഈ ഇന്റർവ്യൂ ഉം. എത്ര പണിയെടുത്തിട്ടാന്നറിയോ അത്. കാരണം എനിക്കങ്ങനെ, ഞാൻ ഈ ഫ്രീഡം മിഡ് നൈറ്റ് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് കോൾസ് വന്നു ഇന്റർവ്യൂ ചോദിച്ചുകൊണ്ട്. ഭയങ്കര സെൻസേഷൻ ആയിപ്പോലെ, 1 മാസം കൊണ്ട് 1 കോടി പിന്നെ? ആൾക്കാർ. ആ ഞാൻ കുറെ ഫോൺ എടുത്തില്ല, കുറെ പേരോട് ഞാൻ പറഞ്ഞു പറ്റില്ല, കുറെ പേരോട് പറഞ്ഞു എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, പിന്നെ കുറെ പേരോട് അങ്ങനെ. എനിക്ക് ധൈര്യമില്ല. എനിക്ക് ധൈര്യത്തിന്റെ അല്ല, എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെന്തോ ആണ്. ചിലപ്പോ എന്തെങ്കിലും ഇമ്പോസ്റ്റർ സിൻഡ്രോം പോലത്തെ എന്തെങ്കിലും പരിപാടി ആയിരിക്കാം. അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് അല്ല ഇതെന്താ പറയാ, ഇതിപ്പോ കടകൻ റിലീസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി ഇതൊക്കെ ചെയ്യണം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എഗ്രിമെന്റ് കാണിക്കും. ഇതിലില്ലേ നിന്നോട് പ്രൊമോഷനകത്ത് വരണം എന്ന് പറഞ്ഞിട്ടില്ലേ, വേറെ വഴിയില്ല, വേറെ വഴിയില്ല. പെട്ടുപോയി. ഈ ബന്ധത്തിന് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കിനും പ്രൊമോഷൻസ് ചെയ്യാൻ പോവില്ല എന്നുള്ളൊരു എഗ്രിമെന്റ് ഞാൻ ഇച്ചിരി കഴിയും, ഇച്ചിരി കഴിയും. ഈ പറഞ്ഞ പോലെ സൽമാൻ ഖാൻ ഒക്കെ ചെയ്യുന്ന പോലെ 3 മണിക്കൊക്കെ സെറ്റിൽ വരുള്ളൂ എന്നൊക്കെ വേണേ പറയാലോ. ഇന്ന് മുതൽ എന്റെ ഇതൊക്കെ എങ്ങനെയാണ് ആവട്ടെ, അതിനോട് എത്താൻ പറ്റട്ടെ. അല്ല ഞാൻ തമാശ പറഞ്ഞ, പക്ഷെ ഇതൊക്കെ ചെയ്യണം, ഇത് ജോലിയുടെ ഭാഗമാണല്ലോ. വേറെ വഴിയില്ല, മനസ്സിലാക്കുന്നത് നമ്മളത്. ഇനി സ്ട്രഗിൾസ് ഒരുപാട് അതിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒന്ന്, താങ്കള് അങ്കിളിന്റെ കടയ്ക്ക് വേണ്ടിട്ട് അമ്മാവന്റെ മീനുമായിട്ടൊക്കെ പോയി ചെമ്പക്കര മാർക്കറ്റിൽ നിന്ന് മീൻ എടുത്തോണ്ട് വന്ന കഥയൊക്കെ, അത് മീനിലിട്ട് വരകിയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അതൊക്കെ ചെയ്തിട്ടുണ്ടോ, അതോ ഒരു ഇന്റർവ്യൂവിന്റെ? മീൻ മാത്രമല്ല, അത് ഇഷ്ടംപോലെ ഉണ്ട്. പുള്ളിക്കാരൻ വലിയ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. അപ്പൊ മീനുണ്ട്, പച്ചക്കറിയുണ്ട്, അരിയുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഓരോ സെക്ഷനിലായിട്ട് ഓരോ ആൾക്കാരായിരിക്കും ആ സമയത്ത്. ഞാൻ ഒരു 1-1.5 മാസമൊക്കെ മീനില് കയറി, മീൻ മടുത്ത്. പിന്നെ പച്ചക്കറി കയറി, പച്ചക്കറിയും മടുത്ത്. പറ്റത്തില്ല. അപ്പൊ കാരണം ഒരു വലിയൊരു 7-8 ഷട്ടർ നീളമുള്ളതാണ്. അപ്പൊ ഇതെല്ലാം അവിടെ ബില്ലിൽ പോയി അടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം ഓരോ സെക്ഷൻ അവർ തന്നെ ഡീൽ ചെയ്തു, ഫണ്ട് മേടിച്ച് രാത്രി കൊണ്ട് സബ്മിറ്റ് ചെയ്ത് പിറ്റേ ലൈക്ക് നമ്മളാണ് നടത്തണത്. അതങ്ങനെ വലിയ പണിയായിരുന്നു. ഒരുപാട് പണിയായി. ഞാൻ ഡ്രൈവർ ആയിട്ടുണ്ട്, ഞാൻ ഒരുപാട് ഡ്രൈവിംഗ് ജോബ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ജോബ് നിക്ക് ആ സിനിമയില് ഇങ്ങനെ ഷോ കാണിക്കാൻ നിക്കുന്ന പ്രണയവിലാസത്തില് നിക്കുന്ന പോലത്തെ ഷോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? നീ ബസ്സില് കോളേജിൽ പഠിക്കുമ്പോഴാ അതോ ലൈഫില്? ഇഷ്ടം പോലെ ചുമ്മാ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് പല കോപ്രായങ്ങളും കാണിക്കല. അതിന്റെ കൂടെ എന്തൊക്കെയോ പൊട്ടത്തരകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓർത്തെടുക്കാൻ പാകത്തിന് അങ്ങനെ ഒന്നും ഓർമ്മയിലില്ല ബേസിക്കലി. കുഴപ്പമില്ല, എന്റെ ചോദ്യങ്ങളിലൂടെ നമ്മൾ വരടേ ഉള്ളൂ. അപ്പൊ ഈ മീൻ എടുക്കുമ്പോൾ നമ്മൾ ചുമ്മാ എന്നിട്ട് എടുത്തോണ്ട് വന്ന് കൊടുത്താൽ മതിയോ, അതോ അത് ഫ്രഷ് ആണോ, അങ്ങനെയൊക്കെ നോക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ? വെറുതെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ? ഇത് ഇവിടെ ചെമ്പക്കര മാർക്കറ്റിൽ പോയി രാവിലെ 3 മണിക്ക്, എല്ലായിടത്തും മാർക്കറ്റ് ഉണ്ട്. ഇപ്പൊ തൊടുപുഴ, എന്റെ നാട് തൊടുപുഴയാണ്. തൊടുപുഴ രാവിലെ 3 മണിക്ക് മാർക്കറ്റ് ഉണ്ട്. അപ്പൊ നീരാളി എന്ന് പറയുന്ന മാർക്കറ്റ്, പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അവിടെ മീൻ വരും, ലോഡ് വരും. അപ്പൊ അവിടെ പോയി നിന്നിട്ട് ലേലം വിളിയാണ്. പിന്നെ ലേലം വിളിക്കണം? ഞാനല്ല, ഒരു വിലയുണ്ട്, ഒരു പെട്ടി ചാള, ഒരു പെട്ടി അയല എന്നൊക്കെ പറഞ്ഞ് ലേലം വിളിക്കുമല്ലോ. അപ്പൊ ലേലം വിളിക്കുമ്പോഴത്തെ അതൊരു പോയിന്റ് എത്തും, അതിന് വില ഫിക്സ് ആവും. ആൾക്കാർ കൂട്ടി വിളിക്കും, കുറച്ച് വിളിക്കും, 10 പെട്ടി ഒരുമിച്ച് ഇത്ര രൂപ എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ അപ്പൊ ചാള നോക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് വരുമ്പോൾ മനസ്സിലാവും നല്ല ചാളയാണോ ചീത്ത ചാളയാണോ, അത് ചീഞ്ഞതാണോ അല്ലെന്നൊക്കെ മനസ്സിലാവും. കണ്ണു നോക്കും, അങ്ങനെയൊക്കെ മനസ്സിലാവും. അപ്പൊ അല്ല, അതിന്റെ ഒരു തുടിപ്പും ഒരു ഫ്രഷ്നെസ്സും കാണും. അതുണ്ടല്ലോ, ജോലി വൃത്തിക്ക് അത് മനസ്സിലാവില്ല നല്ലതാണോ ചീത്തയാണോ. അപ്പൊ ആ ഒരു വിലക്ക് നമ്മൾ എടുക്കും. അങ്ങനെ അപ്പൊ ആദ്യമൊക്കെ ഞാൻ ചോദിക്കും, ആദ്യം ഞാൻ കൂടെ വേറെ ആളുടെ കൂടെ പോയിക്കോട്ടെ. അപ്പൊ അയാൾ പറയും ആ വിലക്കുള്ളതില് നമ്മളെന്ത് നല്ല വില നമ്മൾ എടുത്തൂടെ. എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായില്ല. അങ്ങനെ ചാള മാത്രമല്ല, അങ്ങനെ ഒരുപാട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് ജോബ് ആണെങ്കിലും രാത്രി ഇവിടെ നിന്ന് ആളെ എടുത്ത് തിരുവനന്തപുരം കൊണ്ടുപോയി വിട്ട് അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തിക്കുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു 36 hours കണ്ടിന്യൂസ് ഇങ്ങനെ ഇരിപ്പായിരിക്കും. അപ്പൊ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ കഷ്ടപ്പാടുകള് നമ്മുടെ ചോദ്യം ഇതാണല്ലോ, സ്ട്രഗിള് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്.
എന്റെ ചോദ്യം ശരിക്കും മീൻ ഫ്രഷ് ആണോ എന്ന് അറിയാൻ ശരിക്കും അറിയാം അതാണോ എന്നുള്ളത്. എനിക്ക് അല്ല നമ്മുടെ ഒരു ഊഹം വെച്ച് ചെയ്യുന്നതാണ്. ലൈക് പ്രൊഫഷണലി ഞാനാകെ 1.5 മാസം എന്താണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇത്രയും ചാളയുടെ തുടിപ്പ് വെച്ച് കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? വെറുതെ അതൊന്നും അല്ല ഇതിന്റെ യഥാർത്ഥ പരിപാടി. എനിക്ക് അറിയില്ല. മറ്റേ ആളെ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ പറഞ്ഞു വിട്ടു കുറച്ച് കഴിഞ്ഞപ്പോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ അല്ല. അപ്പൊ പിന്നെ നീ നിന്നാ മതി, കാരണം എന്റെ കൊച്ചാപ്പനാണല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ട്രസ്റ്റും ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ പിന്നെ പോവാന്നുള്ള വഴിയുള്ളൂ. ഞാൻ കൊടുക്കുന്ന ചീത്ത നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത കൊണ്ട് കൊടുത്താൽ അവിടെ നിന്ന് വിൽക്കാന്നുള്ളത് ഉത്തരവാദിത്തമാണ്. കുറെ അങ്ങനത്തെ പണി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോളേജിലോട്ട് വരികയാണ്. ഇപ്പൊ ഈ കോളേജിൽ വെച്ചിട്ട് താങ്കൾക്ക് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലാണ് പഠിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രവർത്തനമല്ല, KSUവിന്റെ പ്രസിഡന്റ് അല്ലായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മുന്നിൽ പരിപാടി, അങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ എടുത്ത് അതിനെ ചർച്ച ചെയ്ത് അതിനെ സമരത്തിന് മുന്നിൽ നിന്ന് അതിനെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞ് കയ്യടി മേടിച്ചു പോണ പരിപാടിയല്ല. അത് സിനിമയിലുള്ളു. ഇത് എന്തായാലും ഇഷ്യൂ ഇപ്പൊ അവിടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പിള്ളേർക്ക് എന്താ ഇന്നൊരു സ്ട്രൈക്ക് വേണം, ക്ലാസ്സിൽ കയറണ്ട. അപ്പൊ നമ്മൾ ചെല്ലുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെല്ലാവരും പറയും ഇന്ന് സ്ട്രൈക്കാണ്, ഇന്ന് വലിയ വിഷയമാണ്, ഇത് പ്രശ്നമായേക്കാണെന്നും പറഞ്ഞിട്ട് പിള്ളേരാരും ക്ലാസ്സിൽ കയറ്റില്ല. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള അപ്പൊ എല്ലാവരും ക്ലാസ് കയറാതിരുന്നിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസും കിട്ടും. അപ്പൊ ഇതൊരു മാസായിട്ട് പ്രവർത്തിക്കണം. ചിലപ്പോ പാളിപ്പോവും. ചിലപ്പോ പ്രിൻസിപ്പൾ വന്നിട്ട് പറയും ക്ലാസ്സിൽ കാരണം പിള്ളേർ കുറച്ചുപേര് കയറി കഴിഞ്ഞത് മറ്റേ ഡാം കെട്ടിയേക്കും പോലെ എങ്ങാനും വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഡാം മുഴുവൻ പൊളിഞ്ഞു പോയി. അപ്പൊ പിന്നെ അന്നത്തെ സ്ട്രൈക്ക് പൊളിഞ്ഞു. പണിയായിരുന്നു. പണിയത് ഭയങ്കര പണിയാണ്. ക്ലാസ്സിൽ കയറ്റാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും റിസ്ക്കാണ്. പ്രത്യേകിച്ച് SFI വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത്. അല്ല, ഇത് എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരോടും ഭയങ്കര കമ്പനി. അപ്പൊ ഞങ്ങളുടെ അവിടെ SFI KSU എന്ന് പറഞ്ഞ ആ സമയത്ത് അടി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ചുള്ള അന്തർലീലമായിട്ട് ഞങ്ങൾ ഭയങ്കര അന്തർധാര ഭയങ്കര സജീവമായിരുന്നതുകൊണ്ട് ഞങ്ങള് അപ്പൊ അവർ സ്ട്രൈക്ക് വിളിക്കും, നാളെ സ്ട്രൈക്കാണോ വേണ്ട പറയും, അങ്ങനെയുള്ള പരിപാടിയാണ്. സ്നേഹബന്ധമുള്ളവരായിരുന്നു. അതെ അതെ. അപ്പൊ അടി കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടില്ല? ഇല്ല. പുറത്തെ ആൾക്കാരൊക്കെ ആയിട്ട് എന്തൊക്കെ അടി നല്ല അടി കിട്ടലൊന്നും ഉണ്ടായിട്ടില്ല അങ്ങോട്ട്? നല്ല അടി പോലീസ് കേസൊക്കെ ഉണ്ടായിട്ട്, പക്ഷെ എന്റെ നേരെ വന്നിട്ടില്ല. ഞാനിങ്ങനെ പുറകിൽ ഇരുന്നിട്ടുള്ള ഗോഡ് ഫാദർ കളിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നന്നായി ഷൂട്ടിനൊക്കെ പുറത്ത് വന്നിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വിസക്കൊക്കെ ചെല്ലുമ്പോ പറ്റൂല അത് അതിലോട്ട് എത്തിയിട്ടില്ല. ഇല്ല. അപ്പൊ ഈ തകർന്ന് തരിപ്പണമായ ആ പ്രണയം സംഭവിച്ചത് കോളേജിൽ വെച്ചായിരുന്നു. വാലന്റൈൻസ് മന്തിൽ അറിയാതെ ഇത്ര ചോദ്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു പോകുന്നതിന് താങ്കൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സഹിക്കണം മാഷേ, അറിയണം. അത് കോളേജിൽ വെച്ചിട്ടാണോ? ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രണയങ്ങൾ. എല്ലാ പ്രണയവും തകർന്ന് പോവായിരുന്നു ഒരു പോയിന്റ് വരെ. എന്താണ് എന്റെ കയ്യിൽ പോയിട്ടാണോ എന്റെ പിടിപ്പ് കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ സക്സസ്ഫുൾ ആയിട്ടുണ്ടായില്ല. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലൊരു കാര്യം ചോദിക്കട്ടെ, ബ്രേക്കപ്പ് നമ്മളെല്ലാവരും ബ്രേക്കപ്പിൽ കൂടെ കടന്നു പോയിട്ടുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വൺ സൈഡഡ് അഫെയർ എങ്കിലും തകർന്ന് തരിപ്പണമായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഒത്തിരി പേരും. അപ്പം ഈ സമയത്ത് ഞാനിപ്പോ എന്റേത് ആലോചിച്ച് കഴിയുമ്പോൾ അന്ന് ഞാൻ ചെയ്ത ചില കാര്യങ്ങളൊക്കെ മുറിയിൽ അമ്മ ആരും അറിയരുതല്ലോ, മുറിയിലിരുന്ന് കരഞ്ഞ് അമ്മയൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുമ്പോ എന്താ അമ്മേ അഭിനയം, ഭയങ്കര അഭിനയമാണ്. കാരണം വീട്ടിൽ പിടിച്ചത് ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ എന്ത് ബോറായിരുന്നു കുറച്ച് നാള്. പറയില്ല. അപ്പൊ നമ്മള് ഒരു തിരിച്ച് ചിന്തിച്ചു കഴിയുമ്പോ ഇപ്പം യു ഹാവ് ഹാഡ് എ ക്രാപ്പി ബ്രേക്കപ്പ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആ സമയത്ത് ചെയ്ത മുറിയിലിരുന്ന് താടി വളർത്തലായിരുന്നോ, കരച്ചിലായിരുന്നോ, ബഹളമായിരുന്നോ, അന്ന് ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ ആലോചിക്കുമ്പോ അയ്യേന്ന് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ടോ? ചിരി വരണേ, ഞാനങ്ങനെ ചെയ്തോ എന്നുള്ളൊരു കാര്യം. അല്ല, എന്താ അറിയോ, ചിരി വരാൻ പാകത്തിനുള്ളൊരു അതിലോട്ട് എത്തിയിട്ടില്ല. അല്ല, അങ്ങനെ ബ്രേക്കപ്പ് ആയിരുന്നില്ല അത്. അപ്പൊ എനിക്കിപ്പോ ആലോചിക്കുമ്പോ അത് എന്തൊരു അവസ്ഥയായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കൊരു. പിന്നെ ലൈഫിൽ ആവശ്യമാണ് അതൊക്കെ. അത് നമ്മളെ തന്നെ ഒരു പാഠം പഠിപ്പിക്കുമല്ലോ. അപ്പൊ അത് ജീവിതത്തിൽ ഭയങ്കര, എന്റെ അഭിപ്രായത്തിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഭയങ്കര ആവശ്യമാണ് ഒരു മനുഷ്യന്. അങ്ങനെ ജീവിതം പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല, എനിക്ക് ആവശ്യമായിരുന്നു ആ ഒരു സമയത്ത്. ആ ഒരു സമയത്ത് എന്നെ ഞാനാക്കി തീർക്കാനും ഒരുപാട് ഈ പറഞ്ഞ പോലെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകും. അല്ല, ഇപ്പൊ ഇരുന്ന് എനിക്കിങ്ങനെ പറഞ്ഞു ഭയങ്കര ഒരു തേർഡ് പെർസ്പെക്റ്റീവിൽ വെറുതെ ഇരുന്ന് പറയാൻ പറ്റും. പക്ഷെ അന്ന് ഞാൻ ഇരുന്ന് അനുഭവിക്കുമ്പോ ഭയങ്കര ഡിഫിക്കൽട്ടാണ്.
അപ്പൊ അങ്ങനെ ഉണ്ടാവും, അത് അങ്ങനെ ഉണ്ടാവണ്ട, ഉണ്ടാവും. ഉണ്ടാവട്ടെ, കുഴപ്പമില്ല. പക്ഷെ എന്റെ ചോദ്യം ഉണ്ടാവട്ടെ. ആ സമയത്ത് നമ്മൾ ചെയ്തു തന്നെയായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ താടി വളർത്തുകയാണ്, ചിലർ താടി കരയാണ്, ബേസിക്കലി ഞാൻ ഭക്ഷണം. വളർത്താറുണ്ട്. എനിക്ക് പിന്നെ അതിനുവേണ്ടി എടുത്തു പറയാൻ പറ്റൂല. താടി എനിക്ക് ബേസിക്കലി എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ അതങ്ങനെ അപ്പൊ വളർന്നോളൂല്ലോ. ഭക്ഷണം കഴിക്കാതെ മുറിയുടെ ഉള്ളിരിപ്പ്, ആളുകളോട് സംസാരിക്കാതിരിപ്പ്, ചീത്ത പറയൽ ഏതായിരുന്നു? അങ്ങനെയൊന്നുമല്ല. കംപ്ലീറ്റ്ലി വേറെ തന്നെ ഒരു ട്രിപ്പായിരുന്നു അത്. എനിക്ക് ബേസിക്കലി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മേജർ ട്രോമാസ്, മേജർ ഇതൊക്കെ ഞാൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളയും. ഇല്ലെങ്കിൽ ഞാനത് ഇങ്ങനെ വഹിച്ചോണ്ട് നടക്കും. അതൊരു കഴിവാ. ഞാനത് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളയും. എന്റെ ലൈഫിലേ ഉണ്ടായിട്ടില്ല ഒരു പോയിന്റ് കഴിയുമ്പോൾ, ഒരു പോയിന്റ് കഴിയുമ്പോൾ. ആദ്യ രക്ഷയില്ല. അപ്പൊ അത് കുഴപ്പമില്ല, അതങ്ങനെ ഉണ്ടാവട്ടെ, നല്ലതാണ്, ഉണ്ടാവുന്നതല്ലാണ്. പിന്നത്തേത് നമ്മൾ ആസ്വദിക്കാനും പഠിക്കും, അപ്പൊ നമ്മുടെ കയ്യിലിരിപ്പിച്ചിട്ട് മാറ്റാനും പറ്റും. കാരണം ഞാൻ ചിലപ്പോ ഭയങ്കര ടോക്സിക് ആയിരുന്നിരിക്കും ആ സമയത്ത്. ആയിരുന്നിരിക്കാം, ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അല്ല ഞാൻ മറ്റേ ആളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ജോലി ഇല്ല ആ സമയത്ത്. വെറുതെ പ്രണയം പുഴുങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ അരി മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നടക്കത്തില്ല. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കുറവ് ഞാൻ മനസ്സിലാക്കി എന്തൊക്കെയാണ് പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജീവിതത്തിൽ ഭയങ്കര മെച്ചം ഉണ്ടായേക്കുന്നത്. നന്നായി. അപ്പൊ ഒരു കണക്കിന് അതാ പറഞ്ഞ അതൊരു മച്ച് നീഡഡ് ആയിരുന്നു എനിക്ക് ആ സമയത്ത്. ആ ഒരു ഹാർട്ട് ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പണിയെടുക്കാതെ വേറെ രക്ഷയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നന്നായി ഒരു പരിധി വരെ, ഒരു കണക്കിന് എന്റെ ജീവിതത്തിൽ 100% നന്നായി. അപ്പൊ കുഴപ്പമില്ല, ഹാർട്ട് ബ്രേക്ക് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് പഠിച്ചിട്ടേ ഉള്ളൂ. ഗുണം മാത്രമേ പറയാം, അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് അങ്ങനെയാണ് ആളുകൾക്ക്, എല്ലാവർക്കും അങ്ങനെയൊന്നല്ല കേട്ടോ. ഹക്കിമിന് അങ്ങനെയാണ്. എനിക്ക് അങ്ങനെയാണ്. ഇനി എനിക്കിപ്പോഴും അത് ആലോചിച്ച് കഴിയുമ്പോൾ എന്നെ മണ്ടിയാന്നുള്ള ചിന്ത വന്നിട്ട് എന്നെ തന്നെ എനിക്ക് ആലോചിക്കാൻ വയ്യ. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെയൊക്കെ പ്രണയിച്ചോ എന്നൊക്കെ ഞാൻ എന്നോട് ആലോചിച്ച് ചോദിക്കണേ. അല്ലാണ്ട് ഞാൻ പറയണില്ല, നമ്മൾ അവിടെ വെച്ച് നമ്മൾ നിർത്തിയിരിക്കുന്നു. ഇനി ഓഡിഷൻസിന് പോയിട്ടുണ്ടോ ഹക്കിം? ഓഡിഷൻസിന് എണ്ണമാണെങ്കിൽ ഏകദേശം 300. ശരിക്കും ഒരുപാട് ഓഡിഷൻ. അല്ല 300 വെറുതെ എക്സാജറേറ്റ്. അല്ല, എന്നാലും കുറെ ഓഡിഷന് പോയി എന്ന് പറഞ്ഞത് തന്നെ ഒത്തിരി ഉണ്ടല്ലോ. അല്ല അത് അല്ലാതെ എന്റെ ആരും സിനിമയിൽ ഇല്ലല്ലോ. ഞാനങ്ങനെ ലൈക്ക് ഒരു ചെറിയ പോർഷൻ ഇതിനെ വലുതാക്കിയാണ് എത്താൻ പറ്റുള്ളൂ. അതിന്റെ ഓർഗാനിക് ഗ്രോത്ത് ആയിരുന്നു ഞാൻ നോക്കുമ്പോൾ. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അതായത് വേറെ വഴിയില്ല. ഞാൻ നാട്ടിൽ നിന്നൊക്കെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും വീട്ടുകാരിങ്ങനെ കാര്യമില്ലെന്നായി, നാട്ടുകാരുടെ പുച്ഛം, ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ പിന്നെ ഫോൺ എടുക്കാൻ പറ്റില്ല. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, അപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കൂടെ. വീട്ടുകാരെ ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. കാരണം അവർക്കറിയാലോ എന്റെ വീട്ടുകാരെ. ഉപദേശം ഉണ്ട്. അല്ല വേറെ വഴിയില്ല. അവർക്ക് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ലൈക്ക് അവർക്ക് എന്റെ വീട്ടുകാരെ അറിയാം, ഭയങ്കര അടുത്തുള്ള ആൾക്കാരാണ്. അപ്പൊ എടാ നീ വീട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ചു, ഇങ്ങനെ പിടിച്ച് നിക്കല്ലേ, നീ വാ ഇവിടെ വേറെ പണി നോക്കാം എന്നൊക്കെ പറയും. അപ്പോഴും പറ്റണല്ല അങ്ങ് ഇട്ടിട്ട് പോവാൻ. എനിക്കറിയാം അവിടെ എത്തിയത് എനിക്ക് അറിയാടാന്ന് എനിക്ക് പറയാൻ, ഓൾമോസ്റ്റ് ദേർന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്റെ സ്വഭാവത്തിന്റെ ഒരു ഈസിനെസ് കൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുക്കരുതായിരുന്നിരിക്കാം. കാരണം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറെ പ്രിവിലേജ്ഡ് ആണ്. കാരണം അത്യാവശ്യം എന്നെ സഹായിക്കുന്ന ഫ്രണ്ട്സും ഫാമിലിയും, വീട്ടിൽ നിന്നാണെങ്കിലും കൂട്ടുകാരെ നിന്നാണെങ്കിൽ ഫണ്ട് ചോദിക്കാം. വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും മാസം പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലവെച്ച്. അത് നിന്നിട്ട് ഇപ്പൊ 4 വർഷമായിട്ടുണ്ടാവും. സിനിമയിൽ കേറിയിട്ടും അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അപ്പൊ പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോ നമുക്ക് ചോദിക്കാൻ മടിയാവും. കാരണം നമുക്ക് വീട്ടിലെ അവസ്ഥ അറിയാം. അപ്പൊ പിന്നെ സ്വയം ഇവിടെ കിടന്ന് നരകിക്കുക, ഒരു പരിധി ഒരു ഹോപ്പും ഒരു പ്രതീക്ഷയില്ലാതെ ആകാശത്തേക്ക് നോക്കി നിലത്തരിക്കും. അങ്ങനെയൊക്കെ നിലത്ത് കിടന്ന് ഉറങ്ങുക, അങ്ങനെയൊക്കെ. അവസാനം ഭക്ഷണമൊക്കെ ത്യജിച്ചിട്ടുണ്ട് പല നേരം. ഒരുപാട്. പക്ഷെ ഫൈനലി മെയ്ഡ് ഇറ്റ്, അതിലേക്ക് എത്തി. പക്ഷെ എന്താ കുഴപ്പമില്ല, ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പണി ചെയ്ത് അത് അവിടെ എത്തണമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഞാൻ ബേസിക്കലി ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല. ഓഡിഷൻസ് പോയിട്ടുണ്ട്, പക്ഷെ ഡയറക്ടേഴ്സിനെ പോയി ചാൻസ് ചോദിച്ച് നടക്കുന്ന ഒരു പരിപാടി ഞാൻ ചോദിച്ചിട്ടില്ല. അത് ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ആക്കണമായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം എന്റെ ലൈഫ് സ്റ്റൈൽ മുഴുവൻ മാറിപ്പോയത് ഈ വന്ന ഒരു 10 വർഷത്തോളമാണ് എന്റെ ലൈഫ് സ്റ്റൈൽ മുഴുവൻ മാറിപ്പോയത്. ഫുഡിന്റെ, ഉറക്കത്തിന്റെ, ഇല്ലെങ്കിൽ എനിക്കുള്ള ഹാബിറ്റ്സ്, ഇതെല്ലാം മാറി വരുന്നത് ആ ഒരു പോയിന്റ്. ഭയങ്കര ക്രൂഷ്യൽ മൊമെന്റ് ആയിരുന്നു അത്. അപ്പൊ അത് അങ്ങനെ പോരുതായിരുന്നു. എനിക്ക് ഗിൽറ്റ് ഉണ്ട് ആ ഒരു പോയിന്റില്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ലൈഫ് ഇങ്ങനെയാണല്ലോ, എല്ലാത്തിനും അതിന്റേതായ സമയവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതങ്ങനെ പൊക്കോളൂ. ഇനി നമ്മൾ ഈ ഓഡിഷൻസ് കഴിഞ്ഞിട്ട് ഇതേ ക്യാരക്ടേഴ്സ് ആണല്ലോ,
ഈ നമ്മൾ പോകുന്ന ക്യാരക്ടറിനെ നമുക്ക് അറിയത്തില്ലേ ഒരു ഓഡിഷന് ചെന്ന് കഴിയുമ്പോൾ? അങ്ങനെ അറിയത്തില്ലേ ഒത്തിരി എണ്ണത്തിലും ഇന്ന ക്യാരക്ടറിന് വേണ്ടി നമ്മൾ പോകുന്നത് അങ്ങനെ അറിയത്തില്ല? ഇല്ല, എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ല. എല്ലാവർക്കും അല്ല, 90% ആളുകൾക്കും അറിയില്ലല്ലോ. അപ്പൊ ഹക്കീം അങ്ങനെ പോയിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ ഹക്കീമിന് അറിയാമായിരുന്നു പിന്നീട് സ്ക്രീനിൽ കണ്ടപ്പോ ഇത് ഞാനായിരുന്നു ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഓഡിഷന് പോകുമ്പോ അത് അറിയില്ല. ഭയങ്കര ആദ്യത്തെ ഓഡിഷൻസ് ഒക്കെ ആണെങ്കിൽ ഒട്ടും അറിയില്ല. പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അറിയാൻ പറ്റുമല്ലോ. കാരണം നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടും. അപ്പൊ അങ്ങനെ അറിയാൻ പറ്റും. അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടുജീവിതത്തില് എനിക്കൊരു ഫൈനൽ സ്റ്റേജ് വരെ എത്തി നിൽപ്പുണ്ടായിരുന്നു. ഭയങ്കര കോമഡിയാണ്. അപ്പം ആടുജീവിതത്തില് ഹക്കീം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, എന്റെ തന്നെ പേരുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ഞാൻ ആടുജീവിതം വായിച്ച് ഇപ്പൊ എത്രയാ നാള് മുന്നെയാ, 8-10 വർഷം, 24 വയസ്സുള്ളപ്പോഴാണ് അതിന്റെ ഓഡിഷൻ നടക്കുന്നത്. ഇപ്പത്തെ ഷൂട്ട് തുടങ്ങിയിട്ട് 7 വർഷം തോന്നുന്നു. ഷൂട്ട് തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി. ഫൈനലി അതിപ്പോ പുറത്ത് വരാൻ പോകും. അപ്പൊ ആ ഒരു സമയം എനിക്ക് ഓർമ്മയില്ല, അത് ഏത് കാലഘട്ടം എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞ കുറെയൊക്കെ ഞാൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളയും, ഒന്നും ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്ത ഫാസ്റ്റ് ഉള്ളതുകൊണ്ട്. അപ്പോ ഇങ്ങനെ ഈ ക്യാരക്ടർ ഹക്കീം എന്നാണ് പേര്. അപ്പോ ഓഡിഷൻസ് പോയി, എന്റെ പെർഫോമൻസ് കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്തോ 4-5,000 പേരോ അങ്ങനത്തെ ഒരു കണക്ക് പറഞ്ഞു. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് അവസാനം 2 പേരായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിന്റെ അസോസിയേറ്റ് അപ്പുറത്തെ നമ്മൾ കമ്പനി ആവുമല്ലോ, 2-3 ഓഡിഷൻസ് ആയി, കോണ്ടാക്ട് ആയി. നിനക്ക് തന്നെയാണ് ഇപ്പൊ ലാസ്റ്റ് സാറിനൊന്ന് കാണണം എന്നുള്ള പരിപാടിയാണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആയിരിക്കാം, പേടിക്കണ്ടെന്നുള്ള ഒരു ഹോപ്പോ പ്രതീക്ഷ തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഓക്കെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിനകത്ത് സ്ക്രിപ്റ്റിലൊരു സാധനം പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ബെന്യാമിൻ ഉണ്ട്, ബ്ലിസാറുണ്ട്, മേക്കപ്പ് മാൻ ഉണ്ട്, അങ്ങനെ രഞ്ജിത്ത് അമ്പാടിയ എന്റെ സുഹൃത്താണ്, കാരണം ചാർലിയിൽ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട്, എന്റെ സജീവ് സാർ എന്ന് പറയുന്ന സാറുണ്ട്, ആക്ട് ലാബിലെ ആക്ടിങ് മെന്ററാണ്. അപ്പൊ പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്ന് പെർഫോമൻസ് കണ്ട് അടിപൊളി. പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മേക്കന്മാരെ രഞ്ജിത്തനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഇതിന്റെ താടി മീശ എന്ത് ചെയ്യാൻ പറ്റും? കാരണം പൃഥ്വിരാജിന് താടി ഇവിടുന്ന് വരുന്നുണ്ട്, എനിക്കും ഇവിടുന്ന് താടി വരുന്നുണ്ട്. അത് പറ്റില്ല, ഇതൊരു പയ്യനാണ്, 17 വയസ്സുള്ളൊരു പയ്യനാണ്, കുറ്റിത്താടിയേ പറ്റുള്ളൂ. 17-18 വയസ്സുള്ള കുറ്റിത്താടി. എനിക്ക് ക്യാരക്ടർ അറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ കുറ്റിത്താടിയേ പറ്റുള്ളൂ, ഐ മീൻ പൊടിമീശയെ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ ആക്കാൻ പറ്റും എന്ന് ഇവര് ഡിസ്കസ് ചെയ്തു. അപ്പൊ അത് ഞാൻ ആലോചിക്കുന്നത് രഞ്ജിത്ത് അമ്പാടിയുടെ കോൺഫ്ലിക്റ്റ് ആണ്. ലൈക്ക് എനിക്ക് ഇതിനെ അറിയുകയും ചെയ്യാം, എനിക്ക് പണിയും എടുക്കണം, ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് മനസ്സിലായി, അപ്പൊ കാര്യം മനസ്സിലായി, വ്യക്തമായിട്ട് മനസ്സിലായി. അത് എനിക്ക് കിട്ടില്ല, എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടുണ്ടാവും, പക്ഷെ കിട്ടില്ല. അങ്ങനെ സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് ക്യാരക്ടർ. ലൈക്ക് അത് ഇറങ്ങുമ്പോ അതെങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക നോക്കാം. അതൊരു ഐ കൻ ഇമാജിൻ. അത് ആരാ ചെയ്തേ, അത് എങ്ങനെയാ വന്നേ? അല്ല, നന്നായിട്ട് വന്നിട്ട് ലൈക്ക് ഞാൻ പറയുന്നത്, ഞാനവിടെ അസൂയയുടെ നോക്കിക്കാന്നുള്ളതല്ല, ലൈക്ക് ഐ എം വെരി ക്യൂരിയസ്, അത് എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ റീസെന്റ് ഇറങ്ങുന്ന സിനിമകൾ ഞാൻ കേട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടാവും, എടാ നീ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പരിപാടി ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോ കണ്ടിന്യൂറ്റി വിഷയം വരും. അപ്പോഴേ ഞാൻ കാണുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കാറുണ്ട്, ഓക്കെ അങ്ങനെയും ചെയ്യാം, അടിപൊളി ഇങ്ങനെ ആലോചിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഈ കാര്യം പറഞ്ഞ ഇവന് 17-18 എനിക്കറിയില്ല ഈ പയ്യന്റെ പ്രായം. കോഴിക്കോടുള്ള ഒരു പയ്യനാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് പടം വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. പടം ഞാനും കേട്ടു, ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടു. പിന്നെ കഥ അറിയുന്നവർക്ക് അതിനോട് ഭയങ്കര അതാണ് ഞാൻ 2-3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഓഡിഷൻസിന് ഇരിക്കുമ്പോഴേ വീണ്ടും നമ്മൾ പോവല്ലോ, അപ്പൊ ആ ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക്. അപ്പൊ അത് വേറെ തന്നെ ഒരു കാര്യമാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ആ പടം ഇറങ്ങുമ്പോ എന്താവും അറിയാൻ വേണ്ടി. ഇനി കടകനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതുവരെ ചെയ്ത സിനിമകളും കടകനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതുവരെ ചെയ്തുള്ള സിനിമകളിലൊന്നും ഞാൻ ഷോൾഡർ ചെയ്തിട്ടില്ല. ഈ പടം ഇപ്പൊ കംപ്ലീറ്റ്ലി എന്റെ ക്യാരക്ടറിന്റെ പേര് സുൽഫി എന്നാണ്. അപ്പോ സുൽഫി ചെയ്യുന്ന ഇതൊരു എന്റർടൈനർ മൂവിയാണ്, ഫൈറ്റ് ആണ്, വേണമെങ്കിൽ മാസം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ എനിക്ക് അത്ര മാസം അല്ലായിരുന്നു. അതുകൊണ്ട് ഇടി കുറെ കൊണ്ടുപോയിട്ട് എനിക്ക് അത്ര മാസം അല്ലാത്തതുകൊണ്ട് ലൈക്ക് ഇതൊരു ഫൈറ്റ്, പിന്നെ ഇതൊരു എന്റർടൈനർ മൂവി എന്നുള്ള എന്റർടൈൻമെന്റ് ആണ് പ്യൂർ ഉദ്ദേശം തന്നെ. അതുകൊണ്ട് ഒരുപാട് ഇമോഷണൽ വെയിറ്റേജ് കാര്യങ്ങളൊന്നും
പ്രതീക്ഷിക്കരുത്. ഉം. കാരണം അതങ്ങനെയാണ്. അത് ഷൂട്ടിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു മൂവിയാണ് വേണ്ടതെന്നുള്ളൊരു ധാരണയും എല്ലാം ഉണ്ടായിരുന്നു. ഉം. പിന്നെന്താ പറയാ, കടകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലിയാർ പുഴയുടെ തീരത്ത് നടക്കുന്ന ജീവിക്കുന്ന മണൽ വാരിയൊക്കെ ജീവിക്കുന്ന പിള്ളേരുണ്ടല്ലോ, പിള്ളേരുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ ഉണ്ട്. ചാലിയാർ മാത്രമല്ല, പല സ്ഥലത്തുണ്ട്, എല്ലാ പുഴയുടെ തീരത്തും. അപ്പോൾ അങ്ങനെയുള്ള കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കോളേജ് PG എന്തോ ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് പരിപാടിയും ചെറിയ രാഷ്ട്രീയ പ്രവർത്തനവും സെൽഫിഷ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു ക്യാരക്ടർ. ലൈക്ക് എന്റെ ഉപകാരത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെ, അപ്പൊ പുള്ളി പറഞ്ഞ പോലെ തന്നെ കുറച്ച് സെൽഫിഷ് ആണ്, ലൈഫിലും കുറച്ച് സെൽഫിഷ് ആണ്. അത്ര എമ്പതി ഒന്നുമില്ല. പറഞ്ഞ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ മറ്റേ കയ്യാങ്കളി പരിപാടിയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ DQന്റെ ഉടമസ്ഥനുള്ള വേഫെയറാണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ റിലീസിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന, ഒരു കറക്റ്റ് ടൈം നോക്കി റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അവര് DQന്റെ അതുപോലെ മമ്മൂട്ടി കമ്പനി ഇവരൊക്കെ സിനിമകൾ എടുക്കുമ്പോൾ നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്, ഉറപ്പില്ലെങ്കിൽ കൈവെക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് കടകൻ എന്ന് പറയുന്ന പേരിന് എല്ലാവരും ഇത് എന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുന്നത്. ഇതുപോലെ ഇത് ഫൈറ്റ് സീക്വൻസ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമയാണ്, ഫിസിക്കൽ അധ്വാനമുള്ള സിനിമയാണ്. ഇത്തരം സിനിമകൾ വരുമ്പോൾ എന്ത് പ്രത്യേകമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടി വരുന്നത്? അതായത് ഹക്കീമിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടോ? അല്ല, ഇതുവരെയും ചെയ്തില്ല. കാരണം എന്റെ ഫസ്റ്റ് ഫൈറ്റ് മൂവി ഇതിന് തൊട്ട് മുന്നേ ഒരു തമിഴ് പടം ചെയ്തിരുന്നു. അപ്പൊ അതും റിലീസാകാൻ പോവാണ്. അപ്പൊ അതിനകത്തും ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഇഞ്ചുറീസ് ആണ്, ഫുൾ ഇഞ്ചുറീസ് ആണ്. ഇവിടെയൊക്കെ അടി കിട്ടി പാട്, ലൈക് കമ്പിക്കുള്ള അടി കിട്ടി പാട് വീഴും. ഫൈറ്റ് സ്റ്റണ്ട് സീക്വൻസുകളൊക്കെ എപ്പോഴും ഇഞ്ചുറീസ് ആണ്. ഇതിപ്പോ ബസൂക്കയിൽ വീണതാണ്. അങ്ങനെ വീണതാണ്, ആക്സിഡന്റ് പറ്റിയായിരുന്നു. അങ്ങനെ പ്രണയവിലാസിൽ ഓടുമ്പോ ലിഗമെന്റ് പൊട്ടി. അങ്ങനെ ഫുള്ളി ഇഞ്ചുറീസ് ആണ്. കാരണം ഇഞ്ചുറി ഉണ്ടാവാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി വർക്ക്ഔട്ട് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യണം. ഞാൻ ഭയങ്കര മടിയായി പോയില്ലേ. അപ്പൊ ഡെയിലി വാമപ്പ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ബോഡി എപ്പോഴും ലിഗമെന്റ് പരിപാടി കാര്യങ്ങളൊക്കെ സ്ട്രെങ്ത് ചെയ്തുകൊണ്ടിരിക്കുക, കണക്ടിങ് ടിഷ്യൂസ് പരിപാടികളെല്ലാം നോക്കുക, ശ്രദ്ധിക്കുക. ഞാൻ കോളേജ് കഴിഞ്ഞ് പിന്നെ ഞാൻ ജിമ്മിൽ കയറിയിട്ടില്ല. അപ്പൊ അവിടെ നിർത്തി എന്റെ അത്ലറ്റിക് പരിപാടി. ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, നിങ്ങൾക്ക് ഇത് പറ്റുന്നുണ്ടല്ലോ. അതെ, അപ്പൊ പണിയെടുക്കണം. ഇനി ഒന്നേന്ന് ജിമ്മിൽ പോയി തുടങ്ങണം. ആരും പറഞ്ഞില്ലേ ഡയറക്ടർമാരൊക്കെ, മോനെ നിനക്ക് ഇങ്ങനെ ഇഞ്ചുറി ഇതാണ്, നീ ജിമ്മിൽ പോകാതെ പറ്റത്തില്ല? അതെ, ജിമ്മിൽ പോകണം. തുടങ്ങിയിട്ടില്ല, ഇല്ല, പോണം. അല്ല, ഇടയ്ക്ക് പോകും. അതായത് അതൊരു തോന്നലാണ്. ന്യൂ ഇയർ ഒക്കെ ആകുമ്പോ ഒരു മാസം പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകും. ഭയങ്കര പുഷ് കിട്ടുമ്പോഴാണ് അങ്ങോട്ട്. അതെങ്ങനെയാണ് ഇഞ്ചുറി വന്നിട്ട് ഈ വേദന എല്ലാം സഹിച്ച് ഡേറ്റ് മിസ്സായി കഴിയുമ്പോ പോവും ഞാൻ ജിമ്മിൽ, അങ്ങനെയാണ്? ഈ കടകനിലെ ഏറ്റവും ഓർത്തിരിക്കുന്ന ആ ക്യാരക്ടറിനോട് ഇഷ്ടം തോന്നാനുള്ള ഒരു റീസൺ എന്താണ്? തന്നെ നമ്മളൊരു കാര്യം ഷോൾഡർ ചെയ്യുക, ഒരു സിനിമ എടുക്കാന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും കാണണം. ധൈര്യമില്ലാതെ നമ്മൾ ചാടിക്കരി ഒരെണ്ണം എടുക്കത്തില്ല. പേരിന് വേണ്ടി എനിക്ക് തോന്നുന്നില്ല ഹക്കീം അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണെന്ന്. അപ്പൊ കടകൻ എനിക്ക് വന്നത് ആക്ച്വലി പടം ഷൂട്ട് തുടങ്ങുന്നതിന്റെ 1.5 ആഴ്ച മുന്നെയാണ്. 1.5 ആഴ്ച മുന്നേ തോന്നുന്നു ഹക്കീം ഇങ്ങനെയാണ് പരിപാടി, ഇങ്ങനെ പരിപാടി ചെയ്യാൻ താല്പര്യമുണ്ട്, എസ് ഓർ നോ, ഓക്കെ, സ്റ്റോറി പറഞ്ഞ്. അപ്പൊ എനിക്ക് കുറച്ച് ഏരിയയിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് അത് ഇങ്ങനെ വരും, അങ്ങനെ വരും. അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ഒരു സാധാ ഒരു എന്റർടൈൻമെന്റ് മൂവി മാത്രമാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ആക്കാം, ഇങ്ങനെ ഒരു പരിപാടി. അപ്പൊ ഡയറക്ടറോട് സംസാരിച്ചു. ഡയറക്ടർ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവ് ഉണ്ടായിരുന്നു. സജിലിനാണ് ഒരു നല്ല അടിപൊളി കൺവിക്ഷൻ ഉള്ള ഒരു മച്ചാണ്. 23-24 വയസ്സേ ഉള്ളൂ. അപ്പൊ അവനും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അവന്റെ കൺവിക്ഷൻ എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ഡൺ, ചെയ്യാം ചെയ്യാം, അല്ല നമുക്ക് ഉറപ്പാണല്ലോ, ഓക്കെ ശരി ചെയ്യാം. പിന്നെ ഇതിനകത്ത് കഥ അങ്ങനെ ഒരു സാധനമുള്ളതല്ല. ഇപ്പൊ എനിക്ക് എന്റെ ക്യാരക്ടറിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് വേണം അങ്ങനെയൊന്നുമില്ല. ചെയ്യുന്ന സിനിമ ഭയങ്കര വ്യത്യസ്തമായിരിക്കണമെന്ന് എനിക്കൊരു തോന്നൽ വരാറുണ്ട്. ലൈക്ക് ആ ഒരു പരിപാടി ഞാൻ ചെയ്തതല്ലേ, അതിനെന്താ അത്ര ഉള്ളൂ. ഞാൻ ബേസിക്കലി സിനിമ അങ്ങനെ കാണുന്ന ഒരാളല്ല. അപ്പൊ എന്നെ കാണാൻ പ്രേരിപ്പിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പൊ എനിക്ക് കാണാൻ പറ്റുന്ന സിനിമയാണോന്ന് ഞാൻ ആദ്യം നോക്കുക. അപ്പൊ എനിക്ക് കാണാൻ പറ്റുന്ന സിനിമയാണെങ്കിലല്ലേ ഞാൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. ചെയ്യുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളൂ ചെയ്യുമ്പോ അതെങ്ങനെ വരിക എന്നുള്ളത്. അപ്പൊ എനിക്ക് കാണാൻ പറ്റുന്ന സിനിമകൾ ചെയ്യാനാണ് ശ്രമിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് കടകനെ കാണാൻ പറ്റിയത്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ അങ്ങനെ സിനിമ കാണുന്ന വ്യക്തി അല്ലാത്തതുകൊണ്ട്
അപ്പോ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് വിശ്വാസം. വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഒരു ചോദ്യം കൂടെ. വർക്കൗട്ടിന്റെ കാര്യം നമുക്ക് മനസ്സിലായി, മടിയാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭക്ഷണം അതനുസരിച്ച് നിയന്ത്രിക്കാറുണ്ടോ? അതായത് ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ കുറച്ചേക്കാം എന്നാണോ, അതോ എവിടെയൊക്കെ നല്ല ഭക്ഷണങ്ങൾ കിട്ടും അവിടേക്ക് പോയി പരീക്ഷിക്കും? എല്ലാം ചെയ്യും. ആ, മിടുക്കാ. ഫുഡൊക്കെ ഫുഡൊക്കെ എങ്ങനെയാണ് എനിക്കറിയില്ല. അത് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എനിക്ക് ഒരുപാട് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയാ, എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പുതിയ സാധനം ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ കാണാത്ത പേരുണ്ടെങ്കിൽ അത് തന്നെ ഓർഡർ ചെയ്യും ആദ്യമേ, വിശപ്പുണ്ടെങ്കിൽ. പണി കിട്ടത്തില്ലേ? അല്ല എന്നാലും കുഴപ്പമില്ല, അതിന്റെ ടേസ്റ്റ് അറിയണമല്ലോ. അത് വേണം. ഇനി ജീവിതത്തിൽ അത് മിസ്സായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ അത് ശരിയാ. പിന്നെ അത് അവിടെ ഇല്ലെങ്കിൽ, അത് വേറെ സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ, ഇതൊന്നും അറിയാൻ പറ്റിയിട്ട് ഞാൻ ചെയ്തില്ല, അതെ അതെ പരീക്ഷിച്ച് ജീവിക്കുക. അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് പോയ്സണിങ്ങും കിടപ്പുകളൊക്കെ ഇന്നേ ഇവര് വന്നിട്ടില്ല ഇങ്ങനെ പരീക്ഷിച്ചിട്ട്? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ. അതുകൊണ്ടാണ് പറ്റുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന്? എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ്. എന്ത് ഫുഡും ഉമ്മ ഉണ്ടാക്കിയാൽ മതി. ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചോറ് ഇത്തിരി കുറച്ചേ കഴിക്കുള്ളൂ. അതായത് ചോറ് വരുമ്പോഴത്തേക്കും ചോറിന്റെ അളവ് കുറയ്ക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ കുക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും എനിക്ക് പറ്റില്ല. റൂമിലേക്ക് അല്ല, വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും നേരെ അടുക്കളയിലോട്ട് ചെല്ലുക, വാരിയിടുക, കഴിക്കുക. കുഴപ്പമില്ല. കേട്ടിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ജീവിതമാണ്. അപ്പൊ ഹക്കിം, ഓൾ ദി വെരി ബെസ്റ്റ്. കടകന് ഇതുപോലെ ഒരുപാട് സിനിമകൾ തന്നെ ഷോൾഡർ ചെയ്യുന്ന ഒത്തിരി സിനിമകൾ വരാനിടയാകട്ടെ. ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യാൻ പറ്റട്ടെ. താങ്ക്സ് എ ലോട്ട്.